ഒരു അമലായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീൻ സംസാരിക്കുന്ന ഇൽമു പറയുന്ന ഈ വേദിയിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വർഗം ആഗ്രഹിക്കുന്നവരോട് വിനയപൂർവം എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുവാനുള്ളത്, അല്ലാഹുവിന്റെ ദീൻ അത് ശരിയായ വിധം ഗ്രഹിക്കുവാനും ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിന്റെ ഒരു വെളിപ്പാടകലെ വളരെ അടുത്തെത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ അവർ കാത്തിരിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ. അവരതിലൂടെ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. സ്വർഗം ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. നിറഞ്ഞുപോകാത്ത ആനന്ദങ്ങളുടെയും സന്തോഷങ്ങളുടെയും ലോകമാണ് സ്വർഗം. അത് നേടണം, അതെനിക്ക് നഷ്ടമായിക്കൂടാ എന്ന് വളരെയേറെ പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കുന്നവരാണ് ഞാനും നിങ്ങളെല്ലാവരും. എന്നാൽ സ്വർഗം എന്ന് പറയുന്ന ആ വലിയ സൗഭാഗ്യം അത് നമ്മുടെ ആരുടെയെങ്കിലും കേവലം വ്യാമോഹം കൊണ്ട് നമുക്ക് കരസ്ഥമാകുന്ന ഒരു സൗഭാഗ്യമല്ല. അത് പണിയെടുക്കുന്നവർക്കാണ് സ്വർഗം കിട്ടുക. സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർക്കാണ് സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിടത്ത് തിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിത്തുമൂഹ ബിമാ കുൻതും തഅമലൂൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്വർഗം അത് അനന്തരമായി നൽകപ്പെടുന്നത്, നിങ്ങൾക്കിതാ അത് അനന്തരമായി നൽകപ്പെടുന്നു എന്ന് സ്വർഗലോകത്ത് വെച്ച് മുഅ്മിനീങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നാണ് അല്ലാഹു പറഞ്ഞത്. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട്, നിങ്ങൾ പണിയെടുത്തതുകൊണ്ട് തന്നതാണ്. നിങ്ങൾ അധ്വാനിച്ചതുകൊണ്ട്, നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചതുകൊണ്ട്, അത് ലഭിക്കാൻ ആവശ്യമായ അമലുകൾ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്കത് തന്നിരിക്കുന്നത് എന്ന് അല്ലാഹു അവിടെ വെച്ച് പറയുന്നതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. ആർക്കാണ് സ്വർഗം നൽകപ്പെടുന്നത്? ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവോ, ആര് നല്ല നല്ല സാലിഹായ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ആര് പ്രവർത്തിക്കുന്നുവോ, അത് ലിംഗഭേദമൊന്നും റബ്ബ് നോക്കുന്നില്ല. ലിംഗക്കരിഞ്ഞു ആണ് ചെയ്താലും വിശ്വാസം ശരിയായി നിലയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മുഅ്മിനായ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ആര് സൽക്കർമ്മങ്ങൾ ചെയ്താലും അക്കൂട്ടർ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്.
ഒരൽപ്പം പോലും അവർ ദ്രോഹിക്കപ്പെടുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല, അനീതി കാണിക്കപ്പെടുകയില്ല. ഇവിടെയും സഹോദരന്മാരെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഉപാധി, സ്വർഗം കിട്ടണോ അത് ആണായാലും പെണ്ണായാലും പണിയെടുത്തോളണം, സ്വർഗത്തിനു വേണ്ടി അധ്വാനിച്ചോളണം. ആ സ്വർഗത്തിനു വേണ്ടി എന്തെങ്കിലും അധ്വാനിക്കലല്ല, അല്ലാഹു ആ സ്വർഗം കിട്ടാൻ നമുക്ക് അനിവാര്യമാക്കിയിട്ടുള്ള സാലിഹാത്തുകളായ കർമ്മങ്ങൾ, നല്ല നല്ല സൽക്കർമ്മങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. അതോടൊപ്പം ആ നിലക്ക് വിശ്വാസം അവന്റേത് വളരെ ക്ലിയറായ വിശ്വാസവുമാകണം. ഇത്തരക്കാർക്കാണ് അല്ലാഹു സ്വർഗത്തെ ഓഫർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ഇന്ന് സമൂഹത്തിൽ കുറെ ആളുകൾ വ്യാമോഹിക്കുകയാണ്, ഞങ്ങൾക്ക് സ്വർഗമുണ്ട്, കാരണം ഞങ്ങൾ മുസ്ലിം വീട്ടിൽ ജനിച്ചവരാണ്, മുസ്ലിം പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്, അതുകൊണ്ട് മറ്റുള്ളവരെ പോലെയല്ല മുസ്ലിമീങ്ങളായി ജനിച്ച് ആ പാരമ്പര്യം അവകാശപ്പെടുന്ന പേരും തറവാടുമൊക്കെയുള്ള ആളുകളായതുകൊണ്ട് നമുക്കൊക്കെ ഇനി സ്വർഗം കിട്ടാതിരിക്കാൻ എങ്ങനെയാണ്, സ്വർഗം എന്തായാലും കിട്ടും എന്ന ഒരു വ്യാമോഹം കൊണ്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ വ്യാമോഹിക്കുന്നവർക്ക് കിട്ടുന്നതല്ല സ്വർഗം. എന്തെങ്കിലും മോഹം വെച്ച് പുലർത്തി, ആഗ്രഹം വെച്ച് പുലർത്തി, അതിനുവേണ്ടി അതിൻ്റെതായ പണിയെടുക്കാതെ അധ്വാനിക്കാതെ അള്ള നിശ്ചയിച്ചിട്ടുള്ള മാർഗങ്ങളിൽ നിന്നെല്ലാം വിട്ടകന്നുകൊണ്ട്, എന്നാലോ മനസ്സിൽ അവൻ പറയുന്നു, ഞാനും മതം എഴുതുന്ന കോളത്തിൽ ഞാനും മുസ്ലിമെന്നാ എഴുതാറുള്ളത്, റിലീജിയൻ ചോദിക്കുമ്പോൾ ഞാനും ഇസ്ലാമെന്നാണ് പറയാറുള്ളത്, അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അവിടെ പ്രത്യേകമായിട്ട് പേരുള്ളവർക്കൊരു ഓഫറുണ്ടെന്ന തോന്നൽ. അല്ലാഹു അതിനെ നഖശികാന്തം എതിർത്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. എന്ത് പറഞ്ഞുകൊണ്ടാണ് റബ്ബർ നമ്മെ തെര്യപ്പെടുത്തിയിട്ടുള്ളത്? യഹൂദികളും നസറാനികളുമൊക്കെ അങ്ങനെ വ്യാമോഹം കൊണ്ട് നടന്നവരാണ്. യഹൂദികൾക്കൊരു ധാരണയുണ്ടായിരുന്നു, ഞങ്ങളെ അള്ളാന്റെ ഏറ്റവും അടുത്ത ആളുകളാണ്, നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു, ഞങ്ങളെ അള്ളാന്റെ മക്കളാണ്, വഅഹിബ്ബാഉഹു അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഞങ്ങളെ നരകത്തീ ഒരിക്കലും സ്പർശിക്കുന്നതല്ല. വഖാലൂ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, നരകത്തീ ഞങ്ങളെ സ്പർശിക്കുന്നതല്ല, ഞങ്ങൾക്ക് നരകമൊരിക്കലും ഉണ്ടാവില്ല. ഇനി അഥവാ നരകത്തിയിൽ കിടന്നാൽ തന്നെയും വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളെ അതിൽ കിടക്കേണ്ടി വരികയുള്ളൂ. കാരണം ഞങ്ങൾ അല്ലാഹുവിന്റെ ഏറ്റവും അടുപ്പക്കാരാണ്, റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ള ഇഷ്ടക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പ്രത്യേകം ഒരു പരിഗണനയും ഞങ്ങളോട് പ്രത്യേകമായ ഒരു മമതയും സ്നേഹവും ഒക്കെ റബ്ബിനുണ്ട് എന്ന് പറഞ്ഞ് വ്യാമോഹിച്ചുകൊണ്ട് നടന്ന് അവസാനം അവർ ഇതുകൂടി പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ അതിനെയും ശക്തമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ, യഹൂദികളും നസറാനികളുമൊക്കെ അവകാശപ്പെട്ടു, അവര് പറഞ്ഞു, അവര് മോഹം പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ, യഹൂദിയോ നസറാനിയോ ആയവനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നവര് പറഞ്ഞു. അള്ള ഉടനെ തന്നെ പറഞ്ഞു, തിൽക അമാനിയുഹും, അതവരുടെ പൂതി മാത്രമാണ്, അതവരുടെ വ്യാമോഹം മാത്രമാണ്. ഓ നബിയെ പറയൂ അവരോട്, ഖുൽ ഹാതൂ ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങളുടെ തെളിവെന്താണെങ്കിൽ അത് കൊണ്ടുവാ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് തെളിവ് കൊണ്ടുവാ. അതുകൊണ്ട് വ്യാമോഹിച്ചുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകാമെന്ന് ഒരാളും വിചാരിക്കണ്ട. യഹൂദി അങ്ങനെ വ്യാമോഹം നടത്തിയവരാണ്, നസറാനി അങ്ങനെ മോഹം പറഞ്ഞിട്ടുണ്ട്. അള്ള പറയുന്നത് അത് നിങ്ങളുടെ പൂതി മാത്രമാണ്, പൂതി കൊണ്ട് മാത്രം ഒരാളും സ്വർഗത്തിലേറില്ല. പിന്നെ സ്വർഗം വേണോ? തുടർന്നുകൊണ്ടല്ല പറയുന്നത്, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനു ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പിന്നെ എന്താ വേണ്ടത്? മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, ആര് തന്റെ മുഖത്തെ റബ്ബിലേക്ക് തിരിച്ച് റബ്ബിന് തന്റെ മുഖത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആര് ജീവിച്ചുവോ, അഥവാ നല്ല ഇഖ്ലാസുള്ള ഹൃദയത്തോടുകൂടി നീയത്ത് അങ്ങനെയൊന്നും തെറ്റിപ്പോകാതെ
നീയത്ത് വളരെ ശുദ്ധമാക്കി, എന്റെ റബ്ബേ, നിന്റെ പ്രതിഫലം മാത്രമാണ് ഞാൻ മോഹിക്കുന്നത്. എനിക്കാളുകൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അവരുടെ കയ്യടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവരെന്നെ പ്രശംസിച്ചാലും അവരെന്നെ ഇകഴ്ത്തിയാലും അവരെന്നെ കുറ്റപ്പെടുത്തിയാലും അവരെന്നെ ഏത് രൂപത്തിൽ എന്നെ കണ്ടാലും, റബ്ബേ, ഞാൻ നോക്കുന്നത് നിന്നെയാണ്. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തന്റെ മുഖത്തെ തന്റെ റബ്ബിനു വേണ്ടി കീഴ്പ്പെടുത്തിയവനായവൻ ആരുണ്ടോ, വഹുവ മുഹ്സിനുൻ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇഖ്ലാസുള്ള ഹൃദയത്തോടെ, കറവൊരിക്കലും പുരകാത്ത നീയത്തുള്ള ഹൃദയത്തോടുകൂടി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ വളരെ നല്ല നിലക്ക് പ്രവർത്തിക്കുകയും ചെയ്തവർക്കാണ് ഫലഹു, അവനാണുള്ളത്, അജ്റുഹു, അവനുള്ള പ്രതിഫലം അവനുണ്ട്, ഇൻദ റബ്ബിഹി, തന്റെ റബ്ബിന്റെ വക്കൽ അവന് തീർച്ചയായും പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. ഇവിടെയും പ്രിയമുള്ളവരെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, സ്വർഗം വേണോ? ആ സ്വർഗത്തെ ആഗ്രഹിക്കുന്നുണ്ടോ? കേവലം ആഗ്രഹം കൊണ്ട് സ്വർഗം കിട്ടൂല. നന്നായി ഇഖ്ലാസോടുകൂടി പണിയെടുത്തോളണം, അതിനുവേണ്ടി അധ്വാനിച്ചോളണം. സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോ സ്വർഗം കിട്ടുന്ന വഴി എത്ര എളുപ്പമാണെന്നാരും വിചാരിക്കണ്ട. മഹാനായ റബ്ബുൽ ആലമീൻ സ്വർഗത്തെ സൃഷ്ടിച്ചു. സ്വർഗവും നരകവുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ്. പലരും അത് മനസ്സിലാക്കിയിട്ടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് സ്വർഗ നരകങ്ങൾ എന്ന് പറയുന്നത് പരലോകത്തിന് സംഘടിപ്പിക്കാൻ പോകുന്ന ഒരു സൃഷ്ടിയല്ല. നമ്മുടെ വിശ്വാസമനുസരിച്ച്, അതേ ഖുർആനും ഹദീസും പരിചയപ്പെടുത്തുന്ന അഖീദ അനുസരിച്ച് സ്വർഗം ഇപ്പോഴും റെഡിയാണ്, നരകവും റെഡിയാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്തുള്ള പറയുന്നു, ഉഇദ്ദത്തുൽ മുത്തഖീൻ, അത് ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നരകത്തെ പറ്റി പറഞ്ഞിടത്ത് ഉഇദ്ദത്തുൽ കാഫിരീൻ, അത് നിഷേധികൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ആ സ്വർഗത്തിന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന്റെ ശേഷം മഹാനായ റബ്ബുൽ ആലമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പോയിട്ട്, ജിബ്രീലെ, പോയിട്ടൊന്ന് കാണൂ, സ്വർഗമൊന്ന് പോയി കാണൂ. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം പോയി കാണുകയാണ്. സ്വർഗം കണ്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്നുകൊണ്ട് റബ്ബ് ചോദിക്കുന്നു, ജിബ്രീലെ, എങ്ങനെയുണ്ട് സ്വർഗം? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ആ സ്വർഗം കണ്ട മനുഷ്യരാരും അതിന്റെ സുഖങ്ങളും സൗകര്യങ്ങളെ കുറിച്ചും കേട്ടവര് മനുഷ്യരും അതിലേക്ക് വരാതിരിക്കില്ല, അതിനുവേണ്ടി പണിയെടുക്കാതിരിക്കില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്. ഉടനെ റബ്ബുൽ ആലമീൻ പറയുന്നു, ജിബ്രീലെ, രണ്ടാമതും ഒന്നുകൂടി സ്വർഗം പോയി കാണൂ. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിന്റെ സമീപത്തേക്ക് എത്തുമ്പോഴേക്ക് സ്വർഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രയാസങ്ങൾ കൊണ്ടാണ്. പ്രയാസങ്ങൾ കൊണ്ടാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അഥവാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടല്ലാതെ സ്വർഗത്തിലേക്ക് അങ്ങ് എത്തിപ്പെടാൻ കഴിയൂല. ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമത് പോയി കണ്ടുവന്നിട്ട്, എങ്ങനെയുണ്ട് ജിബ്രീലെ സ്വർഗം എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുക്കുകയാണ്, റബ്ബേ, ആ സ്വർഗത്തിന്റെ ചുറ്റും, അതേ സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള മനുഷ്യന്റെ ആ പ്രയാസങ്ങൾ കാണുമ്പോ അതിലേക്ക് എത്തിപ്പെടുന്നവർ വളരെ ചുരുങ്ങുമല്ലോ, അതിൽ കയറുന്നവർ വളരെ കുറവാകുമല്ലോ. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്വർഗം കിട്ടണമെങ്കിൽ നന്നായി പാടുപെട്ട് അധ്വാനിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അത് കേവലം വ്യാമോഹം കൊണ്ട് കിട്ടുന്നതല്ല. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ചോദിച്ചത്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. സൂറത്ത് ആലി ഇംറാനിലെ 142-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻ തദ്ഖുലുൽ ജന്നത, നിങ്ങൾക്ക് സ്വർഗത്തിൽ അങ്ങ് കടന്നു കളയാമെന്ന്, സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് വളരെ ത്യാഗം സഹിച്ച്
ബുദ്ധിമുട്ട് സഹിക്കാൻ ആർക്കൊക്കെ തയ്യാറുണ്ടെന്ന് റബ്ബ് അറിയുവോളം, നിങ്ങളിൽ നിന്ന് ജിഹാദ് മനസ്ഥിതിയും നല്ല ബുദ്ധിമുട്ട് സഹിക്കാനുമൊക്കെ ആർക്കൊക്കെ താല്പര്യമുണ്ടെന്നറിയുവോളം, ക്ഷമാലുക്കളാരെന്നും അറിയുവോളം, നല്ല സബറുള്ളവർക്ക് സ്വർഗം കിട്ടുകയുള്ളൂ, നല്ല ബുദ്ധിമുട്ടിയവർക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. അതുകൊണ്ടല്ലേ സ്വർഗത്തിലേക്ക് മോമിനീങ്ങളെ കാലെടുത്ത് വെക്കുമ്പോ, സ്വർഗലോകത്തേക്ക് മോമിനീങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ പ്രവേശിക്കുമ്പോ സ്വർഗലോകത്തിലേക്ക് വരവേൽക്കുന്ന മലക്കുകൾ എന്താ പറയുന്നത്? സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വരവേൽക്കുമ്പോ എന്തേ കാരണം? ബിമാ സബർതും, നിങ്ങൾ സഹിച്ചവരാണ്, നിങ്ങൾ ക്ഷമിച്ചവരാണ്. അപ്പൊ ക്ഷമിച്ചവർക്ക്, സഹിച്ചവർക്ക്, ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചവർക്കാണ് സ്വർഗം കിട്ടുന്നതെന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അധ്വാനവും പരിശ്രമവും വളരെ ആവശ്യമാണ് എന്നാണ് സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇനിയും അല്ലാഹു തആല പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യമാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാതി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലികൽ ഫൗസുൽ കബീർ. നിശ്ചയമായും വിശ്വസിച്ചവർ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ, ലഹും അവർക്കുണ്ട് ജന്നാത്തുൻ തോട്ടങ്ങളുണ്ട്, സ്വർഗങ്ങളുണ്ട്, അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്, പൂന്തോപ്പുകളുണ്ട്. ഖാലിദീന ഫീഹാ, അതിൽ അവർ നിത്യവാസികളാണ്. ദാലികൽ ഫൗസുൽ കബീർ, അതാണ് വമ്പിച്ച വിജയമെന്നും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അല്ലാഹു എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണ്? സ്വർഗം എന്ന് പറയുന്നത് പണിയെടുക്കുന്നവർക്കുള്ളതാണ്. സ്വർഗം എന്ന് പറയുന്നത് പ്രത്യേകമായി അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്കാണ്. അതേ സഹോദരന്മാരെ, സ്വർഗത്തെ നിഷിദ്ധമാക്കുന്ന കാര്യങ്ങളിൽ നിന്നല്ലേ ആദ്യം നമ്മൾ വിട്ടുനിൽക്കേണ്ടത്? സ്വർഗം നിഷിദ്ധമാക്കുന്ന കാര്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായവരാണ് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വർഗം ഹറാമാക്കുന്നത് ശിർക്കാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് ഒരിക്കലും പ്രവേശനം ലഭിക്കില്ലെന്ന് പറയപ്പെട്ട പാപം ഒരു കാലത്തും അല്ലാഹു തൗബ ചെയ്യാതെയാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയതെങ്കിൽ റബ്ബ് പൊറുക്കുകയില്ലെന്ന് പറഞ്ഞ മഹാപാതകമാണ് ശിർക്ക്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അവനിൽ പങ്കുചേർക്കുന്നത് അവൻ ഒരിക്കലും പൊറുക്കുകയില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്? മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. ആര് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നുവോ, ആര് റബ്ബിനെ കണ്ടുമുട്ടുന്നുവോ, ഏത് നിലക്ക് ലാ യുശ്രികു ബിഹി ശൈആ, അവൻ ആ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത നിലക്ക്, റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത നിലക്ക് ആരെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടിയാൽ, അല്ലാഹുവിനെ അങ്ങനെ കണ്ടുമുട്ടുന്നവർ മാത്രമാണ് ദഖലൽ ജന്ന, അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ സ്വർഗപ്രവേശനത്തിന്റെ ഏറ്റവും വലിയ ഉപാധി വിശ്വാസം ശരിയാവലാണ്. വിശ്വാസം ശരിയാവലാണ് സ്വർഗം കിട്ടാനുള്ള മാർഗം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ആദ്യം നന്നാക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആമന ബില്ലാഹി വബിറസൂലിഹി വഅഖാമസ് സ്വലാത വസാമ റമളാന കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന. ആര് അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, ആര് അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, വബിറസൂലിഹി, അവന്റെ റസൂലിലും ആര് വിശ്വസിക്കുന്നുവോ, ആദ്യം തന്നെ പറയുന്നത് ഈമാനാണ്. അൽ ഈമാനു ബില്ലാഹ്, അൽ ഈമാനു ബിർ റസൂൽ. അല്ലാഹുവിലും അവന്റെ റസൂലിലുമുള്ള വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ
എന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെയുള്ളൂ. കാരണം അതാണ് ബൈസ്, അതാണ് അടിത്തറ. എന്നിട്ട് നമസ്കാരന്മാര് നിലനിർത്തുന്നുവോ, വസാമ റമദാന, റമദാൻ നോമ്പെടുക്കുന്നുവോ. അപ്പൊ റമദാനിലെ നോമ്പെടുക്കുന്നതിന്റെ മുന്നോടിയായിട്ടും ശരിയാവേണ്ടത് വിശ്വാസമാണ്, ഖൽബാണ് ശുദ്ധിയാവേണ്ടത്, ഈമാനാണ് ശരിയാവേണ്ടത്. ഈമാൻ അടിത്തറയായിട്ടില്ലാത്തവന്റെ നിസ്കാരം ആർക്ക് വേണം? അവന്റെ നോമ്പ് ആർക്ക് വേണം? അവന്റെ വിശ്വാസങ്ങൾ ശരിയല്ലെങ്കിൽ അവന്റെ കർമ്മങ്ങൾ ആർക്ക് വേണം? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, മൻ ആമന ബില്ലാഹി വ ബിറസൂലിഹി, ആര് അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നുവോ, വഅഖാമ സ്വലാത്ത, നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും ചെയ്യുന്നുവോ, വസാമ റമദാൻ, റമദാൻ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നുവോ, എങ്കിൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ റബ്ബിനുള്ള കടമയാണെന്ന് പറഞ്ഞാൽ അല്ലാഹുക്കാരെയും പ്രവേശിപ്പിക്കൽ കടമയായിട്ടല്ല, റബ്ബ് നിർബന്ധമായും പറയുന്നു അവന് ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഓഫർ പറയാണ് അല്ലാഹു തആല. അതിന് വേണ്ടത് എന്താണ്? അതിന് വേണ്ടതാണ് ഇവിടെ അല്ലാഹു തആല പറഞ്ഞത്, വിശ്വാസമാണ്. വളരെയേറെ കൃത്യമായി നീ വളരെ നിയന്ത്രിച്ച് നിന്റെ വിശ്വാസം നീ ശരിയാക്കണം. അല്ലാഹുവിലുള്ള വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള വിശ്വാസം. റബ്ബിനെ കുറിച്ച് വികലമായി വിശ്വസിക്കുകയാണ് സമൂഹം പലരും. നമ്മളാ നിസ്കാരത്തിലും നിസ്കാരത്തിന്റെ ശേഷവുമൊക്കെ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ നമ്മളിങ്ങനെ വാഴ്ത്തുകയാണ്, അവനെ നമ്മൾ പുകഴ്ത്തുകയാണ്. പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുകൾ എന്താ? ഹബീബത്താനി ഇലർ റഹ്മാൻ, സഖീലത്താനി ഫിൽ മീസാൻ, ഖഫീഫത്താനി അലൽ ലിസാൻ. സഹീഹുൽ ബുഖാരിയിലെ ആയിരക്കണക്കിന് ഹദീസുകളുടെ സമാപ്തം കുറിച്ചുകൊണ്ട് അവസാനം വന്ന ഹദീസാണത്. രണ്ട് കലിമകൾ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. റഹ്മാനായ റബ്ബിനത് മനുഷ്യൻ ഉരുവിടുന്നത് വളരെ ഇഷ്ടമാണ്. മാത്രമല്ല അത് പറയാൻ നമുക്ക് വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. എന്നാലോ നമ്മുടെ നന്മകൾക്ക് കനം തൂങ്ങുന്ന തുലാസിൽ വല്ലാത്ത ഭാരം തൂങ്ങുന്ന വാചകങ്ങളുമാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇന്നത്തെ സമൂഹത്തിനത് അറിയാമോ? ഇന്ന് നമ്മളത് നിർവഹിക്കാറുണ്ടോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീമിന് ഇത്ര മഹത്വം എന്തേ ഉണ്ടായത്? റബ്ബിനെ ലോകത്ത് പലരും വികലമായി മനസ്സിലാക്കിയപ്പോ അള്ളാഹുവിനെ കുറിച്ച് അവന് സന്താനങ്ങളുണ്ടെന്ന് പറഞ്ഞ വിഭാഗങ്ങളുണ്ട്, ഇണയുണ്ട് തുണയുണ്ട് എന്ന് പറഞ്ഞ വിഭാഗങ്ങളുണ്ട്, അവനെ പോലെയുള്ള കഴിവുള്ളവർ വേറെയുമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. റബ്ബിനെ പോലെ തന്നെ കാഴ്ചയും കേൾവിയും അറിവും കഴിവുമൊക്കെ മറ്റു പലർക്കും തീരെഴുതി കൊടുത്ത കക്ഷികളും സംഘടനകളും വിഭാഗങ്ങളുമുണ്ട്. റബ്ബിനെ കുറിച്ച് മോശമായി പലതും ചിത്രീകരിച്ച പല വിഭാഗങ്ങളും ലോകത്തുണ്ട്. അവർക്കിടയിൽ വെച്ച് മുഅ്മിനായ മുവഹ്ഹിദായ മനുഷ്യൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. ലോകത്ത് അല്ലാഹനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ വികലമായിട്ട് എന്തൊക്കെ പറയുന്നു, അതിൽ നിന്നൊക്കെ മഹാനായ എന്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറയുന്നതിലൂടെ നമ്മൾ പറയുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി അതന്നല്ലേ? അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, റബ്ബിനെ വാഴ്ത്തുക. അത് പ്രഭാത പ്രദോഷങ്ങളിൽ നമ്മുടെ കടമയാണ്. പക്ഷെ മുസ്ലിം സമുദായത്തിന് ആ ബോധമില്ല. അല്ലാഹു തആല നമ്മളോട് പ്രത്യേകമായി അവനെ വാഴ്ത്താൻ പറഞ്ഞ പല ഘട്ടങ്ങളുമുണ്ട്. ഖുർആൻ പറഞ്ഞു കാണുന്നു, ഫസുബ്ഹാനല്ലാഹ് ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. ഫസുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ, അല്ലാഹുവിനെ വാഴ്ത്തൂ, അവനെ പ്രകീർത്തിക്കൂ. അതേ വിശ്വാസികളുടെ സ്വഭാവം ഹീന തുംസൂന വഹീന തുസ്ബിഹൂന, അവര് പ്രദോഷത്തിലും പ്രഭാതത്തിലുമൊക്കെ പ്രത്യേകിച്ചും അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അത് പ്രഭാത പ്രദോഷങ്ങളിൽ വർദ്ധിപ്പിക്കൽ വളരെ സുന്നത്തുള്ള പ്രത്യേകമായ തസ്ബീഹുകളാണ്. മുസ്ലിം സമുദായത്തിന് അത് പലപ്പോഴും അറിയില്ലെന്നത് വേറെ കാര്യമാണ്. ആ സുബ്ഹാനല്ലാഹ്ക്ക് വല്ലാത്തൊരു വെയിറ്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹ് തംലഉൽ മീസാൻ, അത് മീസാൻ നിറക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്തേ അതിനൊക്കെ ഇത്ര മഹത്വമുണ്ടാകാൻ? അത് നമ്മുടെ തൗഹീദ് അരക്കിട്ടുറപ്പിക്കുന്ന ദിക്റാണ്.
റബ്ബിനെ വാഴ്ത്തുന്ന ദിക്റാണ്. റബ്ബിനെ സർവ്വരൂപത്തിലുള്ള ന്യൂനതകളിൽ നിന്നും ലോകത്ത് ആരൊക്കെ റബ്ബിനെ കുറിച്ച് വേണ്ടാത്ത എന്തൊക്കെ പറയുന്നുവോ, വേണ്ടാത്ത എന്തെല്ലാം വിശ്വസിക്കുന്നുവോ, അരുതാത്ത എന്തെല്ലാം അവിടുത്തെ ആ റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുന്നുവോ, അതിൽ നിന്നെല്ലാം എന്റെ റബ്ബ് പരിശുദ്ധനാണ്, എന്റെ റബ്ബ് പോരായ്മയില്ലാത്തവനാണ്, എന്റെ റബ്ബ് മഹാപരിശുദ്ധനാണെന്ന് ഈ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ഞാൻ അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു, ഞാൻ അവനെ പ്രകീർത്തിക്കുന്നു, ഞാൻ അവനെ വാഴ്ത്തുന്നു എന്നതാണ് അതിന്റെ ആശയം. അതുകൊണ്ട് അതിന് എത്ര വലിയ വെയിറ്റ് ഉള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും ക്ലിയർ ആകേണ്ട ദിക്റാണ്, ഏറ്റവും ക്ലിയർ ആകേണ്ട ഭാഗമാണ് ആ പറയുന്നത്. റബ്ബിനെ വാഴ്ത്തുകയാണ് അവൻ, റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. റബ്ബിനെ കുറിച്ച് ലോകത്ത് പലതും പറയാണ്. അവനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് പറയാണ്, അവനെ പോലെ കാണുന്നവരും അറിയുന്നവരും സഹായിക്കുന്നവരും ഉണ്ടെന്ന് പറയുകയാണ്. പിന്നെ എന്താണ് റബ്ബിന് മഹത്വമുള്ളത്? ആ റബ്ബിനോട് ചോദിക്കുന്നതൊക്കെ പടപ്പുകളോടും ചോദിക്കാമെന്ന് വരെ ആ റബ്ബ് അവതരിപ്പിച്ചിട്ടുള്ള ആയത്തുകളെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പല കക്ഷികളും ലോകത്ത് വാദിക്കുകയാണ്. റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ റബ്ബിന്റെ മഖ്ലൂക്കുകളോടും ചോദിക്കാമെന്ന് പറയുന്നിടത്തേക്ക് വരെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ് എന്ന് ലോക മുസ്ലിമീങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യം പോലും ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോടോ മറ്റുള്ള തങ്ങന്മാരോടോ ബീവിമാരോടോ ശൈഖ്മാരോടോ ഔലിയാക്കളോടോ ഒക്കെ ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ലെന്നും അവരൊന്നും പടച്ചവന്മാരല്ല എന്ന് മുൻകൂർ വിശ്വസിച്ച് വെച്ചാൽ മതി. അവരൊക്കെ പടപ്പുകളാണെന്ന് കരുതിയിട്ട് പടച്ചവനോട് ചോദിക്കുന്ന ഇതേ കാര്യങ്ങൾ ഈ പടപ്പുകളോടും ചോദിക്കാമെന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന നമ്മുടെ ദിക്റിന്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബിനെ കുറിച്ച് അങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോ, റബ്ബേ നിന്നെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ പറയൂല, നിന്നെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പറയുന്നതല്ല. എന്താണ് ആ പറയുന്നത്? നിന്നെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കൂല, കാരണം നിന്റെ കഴിവുകൾ നിനക്ക് മാത്രമാണ്. അതല്ലേ വിശുദ്ധ ഖുർആനിന്റെ 1/3 വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവസാനത്തെ വചനം എന്താ പഠിപ്പിച്ചത്? അവന് ഈക്വലായി, അവന് തുല്യനായി ഒരാളും തന്നെയില്ല. അങ്ങനെ പറയാ നാവുകൊണ്ട് പറയാ അവന് കുഫുവത്തോ ആരുമില്ല എന്ന് പറയാ. എന്നിട്ട് അവനെപ്പറ്റി വിശ്വസിക്കുന്നതൊക്കെ മറ്റുള്ളവരെ കുറിച്ചും വിശ്വസിക്കുക. ഇത് അള്ളാഹ് കൊടുക്കുവോ? ഈ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് ഒരാൾ നിസ്കരിച്ചത് കൊണ്ട് പ്രയോജനമുണ്ടോ? നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? എത്ര മഹാൻ ചെയ്താലും കാര്യമില്ല. അതുകൊണ്ടല്ലേ ലോകം കണ്ട വലിയ നേതാക്കളായ മഹാന്മാരായ പ്രവാചകന്മാരോടഖിലം വിശിഷ്യ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയേ, താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്താ മുമ്പുള്ളവർക്ക് കൊടുത്ത വഹി? അതന്നെ നിങ്ങൾക്കും തന്നത്. ഏത് വിഷയത്തിൽ? ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ ലയഹ്ബതന്ന അമലുക, അമൽ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരാജയപ്പെട്ട നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായി പോകും. മഹാന്മാരായ പ്രവാചകന്മാരോടാ റബ്ബിന്റെ താക്കീത്. ആ പ്രവാചകന്മാരോട് പറയാൻ നിങ്ങളുടെ നിസ്കാരം വെറുതെയാകും, നോമ്പ് വെറുതെയാകും, സക്കാത്ത് വെറുതെയാകും, ഹജ്ജ് വെറുതെയാകും. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? അപ്പൊ എത്ര വലിയ ആളുകളിൽ നിന്ന് സംഭവിച്ചു പോകുന്നൊരു ശിർക്കാണെങ്കിൽ അതെത്ര വലിയവന്മാരിൽ നിന്ന് സംഭവിച്ചാലും റബ്ബ് പൊറുക്കൂല, അമലങ്ങ് പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധാക്കിയത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ മനുഷ്യരെ, നിങ്ങൾ നോമ്പെടുക്കൂ എന്നല്ല അല്ലാഹ് പറയുന്നത്. ആര് നോമ്പെടുത്താലേ അല്ലാഹ് പരിഗണിക്കുകയുള്ളൂ? ആരുടെ നോമ്പാണ് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാവുക? മുഅ്മിൻ നോമ്പെടുത്താലേ സ്വീകരിക്കുകയുള്ളൂ, വിശ്വാസി നോമ്പെടുത്താലേ സ്വീകരിക്കുകയുള്ളൂ.
അതുകൊണ്ട് കൽപ്പന അവരോടാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന കൽപ്പന ആരെ വിളിച്ചുകൊണ്ടാ അല്ലാഹു പറയുന്നത്? ഈമാനുള്ളവരെ, വിശ്വാസികളെ, മുഅ്മിനുകളെ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന. അപ്പൊ നോമ്പും നിസ്കാരവും ഏത് കർമ്മങ്ങളാവട്ടെ അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഈമാൻ ശരിയാവണം. അതാ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസിൽ വന്നത്, മൻ ആമന ബില്ലാഹി വബിറസൂലിഹി, ആര് അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ അവന്റെ റസൂലിലും വിശ്വസിച്ചുവോ, വഅഖാമസ്സലാ, നമസ്കാരം നിലനിർത്തിയോ, വസാമ റമദാൻ, നോമ്പെടുക്കുകയും ചെയ്തുവോ, റബ്ബവന് സ്വർഗം കൊടുക്കും എന്ന് പറഞ്ഞത്. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകണം. ആ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം ഏതൊക്കെ നിലക്ക് വിശ്വസിക്കണം? ഇനിയും നമുക്ക് ഹദീസുകളിൽ കാണാം, ഇന്നലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മാ മിആ ഇല്ലാ വാഹിദൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഒക്കെ ദഖലൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന ആളുകളോടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതാണല്ലോ നമ്മുടെ വിഷയം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാണ്, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, റബ്ബിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളൊക്കെ ആര് അത് ക്ലിപ്തമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുവോ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കുക, അള്ളാഹുവിന്റെ എത്ര പേരുകൾ നമുക്കറിയാം? റബ്ബിനെ കുറിച്ച്, ആ റബ്ബല്ലേ നമുക്ക് വായു തന്നത്, ആ റബ്ബ് തന്ന വെള്ളം കുടിച്ച്, റബ്ബ് തന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് റബ്ബിന്റെ പേരുകൾ അറിഞ്ഞുകൂടാ, റബ്ബിന്റെ നാമങ്ങൾ അറിഞ്ഞുകൂടാ. അതേ അവസരത്തിൽ ഇന്ന് ആരാണ് കാൽപന്ത് തട്ടിക്കളിക്കുന്നത് കോർട്ടിലെന്ന് ചോദിച്ചാൽ ഓരോ രാജ്യത്തിന്റെയും പേരെടുത്ത് പറയും. ആ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കളിക്കുന്ന താരങ്ങളുടെ പേരുകൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ നമ്മുടെ മക്കൾ പറയും. അതെ, അതിനുവേണ്ടി ഉറക്കൊഴിച്ചിരിക്കുന്നവന്നത് മനഃപ്പാടമാണ്. ഇക്കൊല്ലം പങ്കെടുക്കുന്ന താരങ്ങളുടെ നേതാക്കളെയും അവരുടെ ഫ്ലക്സ് ബോർഡുകളും നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ ഗ്രാമാന്തരങ്ങളിലും 10,000-കണക്കിന് ചെലവഴിച്ചുകൊണ്ട് കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് പോലും ഫ്ലക്സ് വെക്കാൻ വേണ്ടി 100-കണക്കിന് രൂപകൾ കൈനീട്ടി എരഞ്ഞു വാങ്ങിയിട്ട് 10,000-50,000 രൂപ വിലയുള്ള ഫ്ലക്സ് ബോർഡുകൾ നമ്മുടെ കേരളത്തിൽ മുസ്ലിം പോക്കറ്റുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോ ആ കാൽപന്തിന്റെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരാ, ആ ചെറുപ്പക്കാരൻ അറിയാമോ, ഇന്നലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മാ, എന്റെ റബ്ബിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ എനിക്കറിയാമോ? 99 പോയിട്ട് ഒരു 9 പേരെനിക്ക് പറയാൻ കഴിയുമോ? ബാക്കി 90 പിന്നെയല്ലേ? ആ 99 അനുസരിച്ച് ജീവിക്കേണ്ടവനാണ് മുസൽമാൻ. അത് കൃത്യമായി ആര് മനഃപ്പാടമാക്കുകയും അതുപോലെ തന്നെ അതിന്റെ ആശയം മാറിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നുവോ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അല്ലാഹു തആല പറയാണ്, കളിയുടെ ആരവം തുടങ്ങിയപ്പോഴേക്ക് തന്നെ സുബഹിയുടെ ജമാഅത്ത് പോയി. പലർക്കും സുബഹി നഷ്ടപ്പെട്ടു. ഇന്ത്യ രാജ്യത്ത് നേരം വെളുക്കുമ്പോ പുലർച്ചെ 3:30 കളി തുടങ്ങുന്നു. വിദേശ രാജ്യങ്ങളിൽ 12-നും 1 മണിക്കുമൊക്കെ കളി തുടങ്ങുന്നു. അതേ പരിശുദ്ധ റമദാനിലാ ഇനി അതിന്റെ ആരവങ്ങൾ കേളികൊട്ട് കൂടുതൽ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ലീവെടുത്ത് നാട്ടിലേക്ക് പോകുന്നവരുണ്ട്, ജോലിയിൽ നിന്ന് മാറി നിന്നവരുണ്ട്. അവർക്ക് നിസ്കാരം പ്രശ്നമല്ല, അവർക്ക് നോമ്പ് പ്രശ്നമല്ല, അവർക്ക് ഖുർആനോത്ത് പ്രശ്നമല്ല, അവർക്ക് ഈമാൻ പ്രശ്നമല്ല. അവർ നോക്കുന്നത് അവർക്ക് ദുനിയാവിലെ ലഹവും ലൈബും മാത്രമാണ്. റബ്ബ് അനുവദിച്ചു തന്നിട്ടുള്ള സംഗതികളുടെ പിന്നാലെ പോയാൽ പോലും അത് റബ്ബ് നമുക്ക് നിർബന്ധമാക്കിയ ബാധ്യതകളിൽ നിന്ന് വീഴ്ച വരുത്തുന്ന നിലയിലായാൽ ആ അനുവദിക്കപ്പെട്ട കാര്യം പോലും ഹറാമായി തീരുമെന്നതാണ് ഇസ്ലാമിന്റെ ബാലപാഠമെന്ന് മുസ്ലിമീങ്ങളെ ഈ സമുദായത്തിലെ എത്ര മെമ്പർമാർക്കറിയാം. അവന്റെ സ്വർഗം അവനെ അനിവാര്യമാക്കി തീർക്കുന്ന, നരകത്തിലേക്ക് അവനെ കൊണ്ടുചെന്നെത്തിക്കുന്ന കാര്യങ്ങളുടെ ആ ലിസ്റ്റുകൾ അവന്റെ മനസ്സിലില്ലാതെ പോയി. സ്വർഗം കിട്ടാൻ എന്ത് വേണം എന്ന് പഠിക്കാത്ത മനുഷ്യൻ കലാകായിക രംഗങ്ങളിലുള്ള താരങ്ങളുടെ പേരുകൾ അവന് മനഃപ്പാഠമാണ്. താനേറെ വിശ്വസിക്കൽ അനിവാര്യമായ തന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഖബറിലേക്കെന്ന് തന്റെ ബോഡി വെച്ച് കഴിഞ്ഞാൽ, തന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കിയ കുടുംബങ്ങള് പിരിഞ്ഞുപോയി നിമിഷങ്ങൾ കഴിയുമ്പോഴേക്ക് അതേ മലക്കുകൾ വരികയാണ്, ചോദിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിക്കുമ്പോ ഈമാനുള്ള മുഴുവൻ മനുഷ്യന്മാരും വളരെ കൃത്യമായി മറുപടി പറയുകയാണ്. അതേ, ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങൾക്ക് സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകളും കൊണ്ടുവന്ന ഞങ്ങളുടെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മുഅ്മിനീങ്ങൾ ഖബറിൽ വെച്ച് പറയുന്നു. അതേ അവസരത്തിൽ ഈ പന്തിന്റെ പിന്നാലെ നടന്നവൻ, അവന്റെ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയവൻ, നിസ്കാരത്തെ അവഗണിച്ചവൻ, നോമ്പിനെ അവഗണിച്ചവൻ, തന്റെ ഇസ്ലാമികമായ മര്യാദകളെ അവഗണിച്ചവൻ, വീറും വാശിയും കാണിച്ചവൻ, മറ്റുള്ളവനോട് ആര് ജയിക്കുമെന്ന് ആയിരക്കണക്കിന് രൂപ കൊണ്ട് പന്തയം വെച്ചവൻ, വാതുവെപ്പ് നടത്തിയവൻ, അതിന്റെ പേരിൽ പരസ്പരം ചേരിതിരിഞ്ഞ് പോരാട്ടം നടത്തിയവൻ, കക്ഷി തിരിഞ്ഞുകൊണ്ട് പലർക്കും വേണ്ടി വാദിച്ച് മത്സരിച്ചുകൊണ്ട് പല രൂപത്തിലും നാവിനെ ചലിപ്പിച്ചുകൊണ്ട് ദുഷിച്ച വാക്കുകൾ പറഞ്ഞവൻ, അവന് ഹബീബിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? തനിക്ക് സ്വർഗം നിർബന്ധമായും കിട്ടണമെങ്കിൽ താൻ പഠിക്കേണ്ട തന്റെ നേതാവിനെ കുറിച്ചറിയാമോ? അവിടുത്തെ കുറിച്ചുള്ള ചരിത്രം പഠിച്ചിട്ടുണ്ടോ? അവിടുത്തെ കുറിച്ച് വല്ലതും അറിയാമോ? അവിടുത്തെ കുറിച്ച് എങ്ങനെയാണ് ഈമാൻ കൊള്ളേണ്ടതെന്ന് മനസ്സിലാക്കാതെ അതേ റബ്ബ് പഠിപ്പിച്ചിട്ടുള്ള മാർഗങ്ങളിൽ നിന്ന് തെന്നി തെന്നി മാറി ഭൗതികതയുടെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, രക്ഷപ്പെടണോ ഒന്നാമത്തെ കണ്ടീഷൻ സ്വർഗം വേണോ? സ്വർഗത്തെക്കുറിച്ച് വ്യാമോഹിച്ചത് കൊണ്ട് കാര്യം കിട്ടുമായിരുന്നെങ്കിൽ യഹൂദി പണ്ടെന്നോ സ്വർഗത്തിലേക്കുള്ള ആളാകും, നസറാനി അതിന്റെ ആളായി പോകും. പക്ഷേ റബ്ബ് അത് നോക്കിയിട്ടല്ല സ്വർഗം കൊടുക്കുന്നത്. മൻ ആമന ബില്ലാഹി വ ബിറസൂലിഹി, ആര് അല്ലാഹുവിലും അവന്റെ റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുന്നുവോ അവർക്കാ സ്വർഗം, അവർക്കാണ് സ്വർഗം. അതെങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ, അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കണം. അതെങ്ങനെ വിശ്വസിക്കണം എന്ന് പഠിപ്പിച്ചു തരാനുള്ളതാ അസ്മാഉൽ ഹുസ്ന. അതാണ് റബ്ബിന് 99 നാമങ്ങളുണ്ടെന്ന് പറഞ്ഞത്. ആ 99 നാമങ്ങൾ ചിലരൊക്കെ മനസ്സിലാക്കിയത് ആ 99 എണ്ണത്തിന്റെ പ്രിന്റ് എടുത്ത് അത് നല്ല രൂപത്തിൽ ഫ്രെയിം ചെയ്ത് വാഹനത്തിൽ ടാഗായി തൂക്കിടലാണ്. അതല്ലെങ്കിൽ വീട്ടിന്റെ ചുമരിൽ അലങ്കാരത്തിന് തൂക്കാനുള്ളതാണെന്നാണ് പലരും ധരിച്ചു വെച്ചത്. അല്ല, അതിനുവേണ്ടിയല്ല. ആ നാമങ്ങളൊക്കെ വലിയ വലിയ ആശയങ്ങളാണ്, റബ്ബിനെ അറിയാനുള്ള ആശയങ്ങളാണ്. അള്ളാന്റെ ഓരോ പേരും നമുക്ക് ഓരോ ആശയങ്ങളാ പകർന്നു തരുന്നത്. അത് കൂടുതൽ കൂടുതൽ അറിയും തോറും റബ്ബിനോടുള്ള സ്നേഹം വർദ്ധിക്കും. അവനെക്കുറിച്ചുള്ള ഭയം നമ്മുടെ മനസ്സിലുണ്ടാകും. അവനെക്കുറിച്ചുള്ള ഈമാൻ നമ്മുടെ കൽബിൽ നിറയും. അവൻ എനിക്ക് കാവൽ നൽകുന്നവനാണ്, ഹഫീളാണ്. എന്റെ റബ്ബ് ഹഫീളാണെന്നറിയുമ്പോ അവൻ എനിക്ക് കാവൽ നൽകുന്നവനാണ്, അവനാണ് എനിക്ക് ഉപകാരം തരുന്നവൻ, അവനാണെന്ന് വിശ്വസിക്കുമ്പോ, എന്റെ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോ, എനിക്കെന്റെ പ്രതിസന്ധി വന്നാലും എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് കിട്ടുകയാണ്. കാരണം അവൻ മനസ്സിലാക്കിപ്പോയി, റബ്ബിനെ ശരിക്കും മനസ്സിലാക്കി. അത് മനസ്സിലാക്കാത്തതാണ് ലോകത്ത് യഹൂദിക്ക് സംഭവിച്ച കുഴപ്പം. അള്ളാനെ മനസ്സിലാക്കാത്തതാണ് നസറാനിക്ക് സംഭവിച്ച കുഴപ്പം. അള്ളാനെ അറിയാത്തതാണ് അറേബ്യൻ മുശ്രിക്കുകൾക്ക് സംഭവിച്ച കുഴപ്പം. ഇത് ഞാൻ പറയുന്നതല്ല, റബ്ബ് നമ്മളോടൊക്കെ പറഞ്ഞതാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. ഈ കക്ഷികളൊന്നും തന്നെ അള്ളാനെ അറിയേണ്ട നിലയ്ക്ക് അറിഞ്ഞില്ല, കണക്കാക്കേണ്ട നിലയ്ക്ക് അവർ കണക്കാക്കിയില്ല, മനസ്സിലാക്കേണ്ട നിലയ്ക്ക് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഈ കക്ഷികളൊക്കെ പഴച്ചുപോയത്. ആ കക്ഷികളിൽ പെടരുതേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നില്ലേ? സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഈ കക്ഷികളിൽ പെടരുത്, മഹാന്മാരുടെ കൂട്ടത്തിൽ ചേർക്കണം. മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. മഗ്ദൂബി അലൈഹിം എന്ന് പറയപ്പെട്ട യഹൂദികളെ പോലെ, പഴച്ചുപോയ നസ്രാനികളെ പോലെ നീ ഞങ്ങളെ ആക്കാതെ മുസ്തഖീമായ റൂട്ടിൽ എന്നെന്നും ജീവിച്ച് മരിച്ചുപോയിട്ടുള്ള, നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ടുള്ള അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖുകളുടെയും സാലിഹീങ്ങളുടെയും ആ പാതയിൽ സരണിയിൽ നീ ഞങ്ങളെ ചേർത്ത് തരണേ അല്ലാഹ്. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയല്ലേ ശൈഖിനോടും ചോദിക്കാമെന്നൊരു കക്ഷി പറയുന്നത്. ഇതേ തേട്ടമല്ലേ മൊഹീദ്ദീൻ ശൈഖിനോടും തേടാമെന്നൊരു കക്ഷി പറയുന്നത്. ആ വിശ്വാസം ആരെങ്കിലും വെച്ചു പുലർത്തിയിട്ട് അവന്റെ നിസ്കാരം എന്തിനാ,
അവന്റെ നോമ്പെന്തിനാ, അവന്റെ ഹജ്ജെന്തിനാ, അവന്റെ സക്കാത്തെന്തിനാ? അതുകൊണ്ടാ പറയുന്നത് റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം ആദ്യം ശരിപ്പെടുത്തണം. അതുപോലെ ശരിപ്പെടുത്തണം റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. കാരണം അവരാണ് നബി തങ്ങളെ കണ്ട, കേട്ട, അതുപോലെ തന്നെ കൂടുതൽ അറിഞ്ഞ ആദിമ തലമുറ എന്ന് പറയുന്നൊരു സ്വഹാബത്താണ്. എന്റെ സഹാബിമാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ സഹാബിമാരെ കുറിച്ചുള്ള പ്രശംസകൾ ധാരാളം ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കൽബുകൾ ക്ലിയറായിരുന്നു, അവരുടെ കൽബുകൾ ഭക്തി നിറഞ്ഞ ഹൃദയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആശയം ആദ്യം കേട്ടത് അവരാണ്, ഹദീസുകളുടെ ആശയം ആദ്യം കേട്ടത് അവരാണ്. അവര് മനസ്സിലാക്കിയതുപോലെയാണ് അള്ളാഹനെ മനസ്സിലാക്കേണ്ടത്. അവര് മനസ്സിലാക്കിയതും വിശ്വസിച്ചതും പോലെയാണ് നബിതങ്ങളെയും വിശ്വസിക്കേണ്ടത്. അത് പറയുമ്പോ ചില ആളുകൾക്ക് ദഹിക്കുന്നില്ല. സഹാബത്ത് വിശ്വസിച്ചതുപോലെ അള്ളാഹനെ വിശ്വസിക്കാൻ പറയുമ്പോ ഞങ്ങൾ നിങ്ങളെപ്പോലെ മണ്ടന്മാരല്ല, ഞങ്ങൾ വലിയ ബുദ്ധിയുള്ളവരാണെന്നാണ് ചിലർ പറയുന്നത്. അത് പണ്ട് മുനാഫിക്കീങ്ങൾ പറഞ്ഞൊരു വർത്താനാണ്. മുനാഫിക്കീങ്ങളോട് പണ്ടേ പറഞ്ഞു, കപടന്മാരായ ആളുകളോട് പറഞ്ഞു, നിങ്ങള് അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും കുറിച്ചൊക്കെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് സഹാബിമാര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണേ എന്ന് പറഞ്ഞു അവരോട്. ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. അന്നാസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം സ്വഹാബത്താണ്. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്നീ കക്ഷികളോട് പറയപ്പെടുന്നതായാൽ അവര് പറയും, ഖാലൂ അനുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കണോ, കമാ ആമന സുഫഹാ, വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ. അപ്പൊ സ്വഹാബത്തിന്റെ വിശ്വാസത്തെ വിഡ്ഢിത്തമായിട്ടാ അന്ന് മുനാഫിക്ക് പഠിച്ചു വെച്ചത്. മുനാഫിക്ക് അന്ന് മനസ്സിലാക്കിയത് സ്വഹാബത്തിന്റെ വിശ്വാസം വിഡ്ഢിത്തമാണെന്നാണ്. ഇന്നുമുണ്ട് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ചില കക്ഷികൾ. അവർക്ക് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്നവരോട് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ ബുദ്ധിയുള്ള ലോകത്താണ്, ഞങ്ങൾ ശാസ്ത്രം പഠിച്ച മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയാ. നമ്മുടെ റബ്ബ് നമ്മോടടുത്ത ആകാശത്തിലേക്ക് എല്ലാ രാത്രികളിലും ഇറങ്ങി വരുന്നുണ്ട്. റബ്ബിന് അനുയോജ്യമായ നിലക്ക് റബ്ബ് എല്ലാ രാവുകളുടെയും അവസാന യാമങ്ങളിൽ റബ്ബ് ഇറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോ പണ്ടുകാലത്തുള്ള മുനാഫിക്ക് ചോദിച്ചതുപോലെ ഇന്നും ചില കക്ഷികൾ ചോദിക്കുന്നുണ്ട്, അത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. എന്നിട്ടവർ കളിയാക്കുകയാണ്, റബ്ബ് ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവരെ കളിയാക്കുകയാണ്. ഏത് രാത്രിയിലാണ് നിങ്ങളുടെ റബ്ബ് ഇറങ്ങുന്നത്? അമേരിക്കൻ രാത്രിയിലാണോ, ഇന്ത്യൻ രാത്രിയിലാണോ, യൂറോപ്യൻ രാത്രിയിലാണോ എന്നിങ്ങനെ ചോദിച്ച് കളിയാക്കിയിട്ട് ഇവരുടെ റബ്ബിനിങ്ങനെ ഇറങ്ങലും കറങ്ങലും മാത്രമാണ് പണി, ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞ് റബ്ബിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന വിഭാഗങ്ങൾ ഇന്നും ലോകത്തുണ്ട്, ചോദ്യം ചെയ്യുന്ന വിഭാഗങ്ങൾ ഇന്നും ലോകത്തുണ്ട്. അതിൽ നിന്നൊക്കെ മുഖ്യമായ വിശ്വാസമാണ് കറകളഞ്ഞ വിശ്വാസം. അള്ളാഹിനെ കുറിച്ച് അള്ള എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കും നമ്മൾ, അങ്ങനെ വിശ്വസിച്ചോളണം. റബ്ബിനെ കുറിച്ച് റബ്ബ് എന്താണോ പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചോളണം. അതേ അവസരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് എന്ത് നമ്മൾ വിശ്വസിക്കുമ്പോഴും സൃഷ്ടികളെപ്പോലെ ഏതെങ്കിലും ഒരു സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരമേ പാടില്ല. ആ നിലയ്ക്ക് അള്ളാഹു എങ്ങനെ വിശേഷിപ്പിച്ചോ അള്ള വിശേഷിപ്പിച്ച രൂപത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അള്ള വല്ല തംസീലും അള്ള വല്ല ഉപമകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും വിശ്വസിക്കുന്നു എന്നതല്ലാതെ സ്വന്തമായി നമ്മുടെ ഭാഗത്ത് നിന്ന് യുക്തിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് യുക്തിവാദം പറഞ്ഞിട്ട് അള്ള പഠിപ്പിച്ച ഒരു വിശ്വാസത്തെയോ റസൂല് പഠിപ്പിച്ച ഒരു വിശ്വാസത്തെയോ വിഡ്ഢിത്തമാണെന്ന് ചോദ്യം ചെയ്യുന്ന എത്രയോ ആളുകളെ കാണാം. പല കക്ഷികളും അവർ റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നേരത്തെ പറഞ്ഞ കമ്പനിയാണ്. അവരിപ്പോഴും പരിഹസിക്കാണ്. അള്ള ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അപ്പ ഒരു കണ്ടോ, മുജാഹിദിന്റെ അള്ള ഇറങ്ങുന്ന അള്ളയാണ്, കറങ്ങുന്ന അള്ളയാണ്, ഇരിക്കുന്ന അള്ളയാണ്, ചിരിക്കുന്ന അള്ളയാണ്, നടക്കുന്ന അള്ളയാണ്, കൈയുള്ള അള്ളയാണ്, കണ്ണുള്ള അള്ളയാണ്. അള്ള അവനെ കുറിച്ച് പറഞ്ഞത് വിശ്വസിച്ചതിന്റെ പേരിലാണ് ഈ പരിഹാസം കേൾക്കേണ്ടി വരുന്നത്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്,
അവന്റെ ഇരു കൈകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവന്റെ കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവന്റെ വിരലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ ചിരിക്കുന്നു എന്ന ഹദീസിലുണ്ട്, അവൻ കോപിക്കുന്നു എന്ന ഹദീസിലുണ്ട്, അവന്റെ വരവിനെ കുറിച്ച് ആയത്തിലുണ്ട്, അവന്റെ ഇറക്കത്തെക്കുറിച്ച് ഹദീസിലുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയും റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ റബ്ബ് എന്ന് പറയുന്ന മഹാശക്തി ലോകത്തുള്ള സർവ്വ മഖ്ലൂഖിനേക്കാളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് റബ്ബിന്റെ ഒരു ഗുണങ്ങളും ഏതെങ്കിലും ഒരു സൃഷ്ടിയെപ്പോലെ അല്ല. റബ്ബിന് അനുയോജ്യമായ നിലക്ക് ആ റബ്ബ് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും വിശ്വസിക്കലാണ് ശരിയായ ഈമാൻ എന്നാണ് പരിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഈമാൻ അല്ല. ഇതിനെ ചോദ്യം ചെയ്ത്, ഇതിനെ കളിയാക്കി, ഇതിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ഈമാൻ, അത് റബ്ബിനെ കുറിച്ചുള്ള ഈമാൻ ശരിയാകൂല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സഹാബത്ത് എന്താ വിശ്വസിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാര് അള്ളാഹുവിന്റെ റസൂലിനോട് വിദൂര ദേശങ്ങളിൽ നിന്ന് വിളിച്ച് സംസാരിച്ചിട്ടില്ല. നബി തങ്ങളോട് പറയാനുള്ള കാര്യം നേരിട്ട് വന്നാ പറയാറുള്ളത്. യാത്ര തിരിച്ചു കഴിഞ്ഞ് വന്നിട്ടാണ് വിവരം പറയാറുള്ളത്. കാരണം അവർക്കറിയാം, ദൂരദേശത്ത് നിന്ന് റസൂലുള്ളാഹിനെ വിളിച്ചാൽ അവിടുന്ന് കേട്ട് ഉത്തരം ചെയ്ത് സഹായിക്കുകയില്ല. അതാണ് സഹാബത്തിന്റെ വിശ്വാസം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും അതാ വിശ്വസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് നടന്ന് ഏതാണ്ട് ഒരു 40ഓളം കൊല്ലം മഹദി ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മാക്ക് പ്രായം വന്ന് 20-ൽ താഴെയാണ്. റസൂലുള്ള വഫാത്താകുന്ന കാലത്ത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം വന്ന് 20-ൽ താഴെയാണെന്നാ പറയുന്നത്. അതല്ലെങ്കിൽ 20-നോടടുത്ത പ്രായമാണ്. എന്നിട്ട് നബി തങ്ങളുടെ വഫാത്തും കഴിഞ്ഞ് 40 കൊല്ലത്തോളം ഒരു കർട്ടനിന്റെ അപ്പുറത്ത് ഉള്ള റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുണ്ടായിട്ട് ഇപ്പുറത്ത് 40 കൊല്ലം ജീവിച്ച നമ്മുടെ ഉമ്മ ഒരു സന്നിഗ്ധ ഘട്ടത്തിലും ഒരു പ്രയാസ ഘട്ടത്തിലും ആ ഖബറിന്റെ സമീപത്തേക്ക് പോയിക്കൊണ്ടോ സ്വന്തം റൂമിലിരുന്നു കൊണ്ടോ യാ ഹബീബല്ലാ, യാ റസൂലല്ലാ, യാ നബിയല്ലാ ഒരു തവണ പോലും വിളിച്ചിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല, സഹായം ചോദിച്ചിട്ടില്ല. എന്തേ? നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് മുഅ്ജിസത്തിൽ വിശ്വാസമില്ലേ? കറാമത്തിൽ വിശ്വാസമില്ലേ? നബി തങ്ങളോട് ഹുബ്ബില്ലേ? അവിടുത്തോട് മഹബ്ബത്തില്ലേ? മഹബ്ബത്തുള്ളത് കൊണ്ടാ വിളിക്കാഞ്ഞത്, അങ്ങനെ ചെയ്യാഞ്ഞത്. അതാ ഈമാൻ, അതാണ് അവരുടെ ഈമാൻ. ആ ഈമാൻ ശരിയല്ല എന്നാ ഇപ്പൊ പറയണത്. അള്ളാന്റെ റസൂലിനെ വിളിക്കാത്തവന്റെ ഈമാൻ ശരിയാവില്ല എന്നാ പറയണത്. അപ്പൊ മുനാഫിക്കാണ് പോലും. എന്ത് പാപം ചെയ്താലും ആദ്യം മദീനത്തേക്ക് വിളിച്ചു പറയണമെന്നാ പഠിപ്പിക്കുന്നത്. സമൂഹത്തോടിന്ന് പറയാണ്, നിങ്ങൾ പാപം ചെയ്താൽ മദീനത്തേക്ക് വിളിച്ചു പറയണം. എന്ത് തെറ്റ് ചെയ്താലും അള്ള പൊറുക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? മുസ്ലിമാക്കന്മാര് പ്രസംഗിക്കുകയാണ്. അവർ സമൂഹത്തോട് പറയുകയാണ്, പാപികളായ മനുഷ്യന്മാർ അവരുടെ പാപം പുറത്തു കിട്ടണമെങ്കിൽ ആദ്യം റസൂലേ എന്ന് വിളിച്ച് സങ്കടം പറയണം. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് സങ്കടം പറഞ്ഞിട്ട് അള്ളാഹിനോട് പറഞ്ഞാലല്ലാതെ റബ്ബ് പൊറുക്കൂല എന്ന് ആയത്തോടിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുമ്പോ ഈ വിശ്വാസം വെച്ച് പുലർത്തിയിട്ട് റമളാനിനെ വരവേറ്റിട്ട് കാര്യമുണ്ടോ? ഈ വിശ്വാസം വെച്ച് പുലർത്തിയിട്ട് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പാപമോചനത്തിന്റെ ഉപാധിയായി, തൗബയുടെ ഉപാധിയായി മനുഷ്യരെ, പാപികളെ, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ആദ്യം എന്നെ വിളിച്ചുകൊണ്ട് സങ്കടം പറയണേ, ഒരൊറ്റ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞത്? അള്ളാഹ് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഓ നബിയേ പറയൂ, ധാരാളക്കണക്കിന് പാപങ്ങൾ കൊണ്ട് സ്വശരീരങ്ങളോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള എന്റെ അടിമകളോട് പറയൂ നബിയേ, നിങ്ങളൊരിക്കലും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകരുതേ. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, റബ്ബ് എല്ലാ പാപങ്ങളെയും പൊറുത്തു തരുന്നു. അതുകൊണ്ട് അവനോട് പൊറുക്കലിനെ ചോദിക്കാനാ പറഞ്ഞത്.
നിങ്ങൾ എന്നെ വിളിച്ച് തേടിക്കോന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ചില കക്ഷികൾ പറയാണ് അള്ളാന്റെ റസൂലിനോട് സങ്കടം പറയാൻ തയ്യാറില്ലാത്തവൻ മുനാഫിക്കാണ്. അള്ളാനോട് നേരിട്ട് വിളിച്ചുകൊണ്ട് റബ്ബേ എന്റെ പാപം പൊറുക്കണേന്ന് പറയുന്നവരൊക്കെ മുനാഫിക്കാണെന്ന് വന്നാൽ ആ മുനാഫിക്കീങ്ങളുടെ ഒന്നാമത്തെ പട്ടികയിൽ എഴുതി വെക്കേണ്ട മഹാന്മാർ ആരൊക്കെയാണ്? ഒന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പോയിട്ട് ആവശ്യപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂലെ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം. ആ ദുആ എനിക്ക് എന്റെ നിസ്കാരത്തിൽ പറയാനാ. എനിക്കെന്റെ നിസ്കാരത്തിൽ എന്റെ റബ്ബിനോട് പറയാനുള്ള ഒരു ദുആ പറഞ്ഞു തരൂ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാണ്, ആ പ്രാർത്ഥന നിങ്ങൾ മറക്കരുത് നിസ്കാരത്തിന്റെ അവസാനം, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ മറക്കരുത്. അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, അബൂബക്കറേ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോ, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി വൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ലോകം കണ്ട വലിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിഷ്യഗണങ്ങളിൽ പ്രഥമ ഗണനീയനായി എണ്ണപ്പെടുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത വസിയ്യത്താകുന്ന ദുആയാണിത്. ഇതിലെന്താ പറയുന്നത്? അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ ധാരാളക്കണക്കിന് അക്രമം പ്രവർത്തിച്ചു പോയി, പാപം ചെയ്തു. അതുകൊണ്ട് റബ്ബേ നീയല്ലാതെ പാപം പൊറുക്കുന്നവരില്ല. അള്ളാഹുവിനോട് നേരിട്ട് പാപമോചനത്തിന് തേടുന്നവര് മുനാഫിക്കിന്റെ പട്ടികയിലാണെങ്കിൽ നബിതങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന തന്റെ ഒന്നാമത്തെ ശിഷ്യനോട് പറയേണ്ടതെന്താ? അബൂബക്കറേ, ഞാൻ നിനക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാ. നീ പാപങ്ങൾ ധാരാളമായി ചെയ്താൽ യാ റസൂലല്ലാഹ് ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറാ എന്ന് അബൂബക്കറേ നീ പറഞ്ഞോളണമെന്നല്ലേ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നത്? പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ. എന്നിട്ടും ഇപ്പോഴും ആളുകൾ പറയാണ് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പാപമോചനത്തിന് തേടാത്തവൻ മുനാഫിഖാണ്, അള്ളാഹിനോട് മാത്രം വിളിച്ച് തേടുന്നവൻ മുനാഫിഖാണ്. ആ വിശ്വാസം വെച്ച് പുലർത്തിയിട്ട് റമളാനിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. തിരുത്തിക്കോളണം. ഇനിയും സഹോദരന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വികലമായി വിശ്വസിച്ചുകൊണ്ടുള്ള ഈമാനാ പലരും വെച്ച് പുലർത്തുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ റബ്ബിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. ആ റബ്ബ് എപ്പോഴും നമ്മളെ കാണുകയാണ്, കേൾക്കുകയാണ്, അറിയുകയാണ്. അതേ അവസരത്തിൽ നബിതങ്ങളെ കുറിച്ച് എന്താ വിശ്വസിക്കുന്നത്? നബിതങ്ങൾ ഓരോ മനുഷ്യന്റെയും കൂടെ തന്നെയുണ്ട് പോലും. നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ നാട്ടിലുള്ള പത്രങ്ങളിൽ എഴുതിവിട്ടതാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുഅ്മിനീങ്ങളുടെയും കൂടെയുണ്ട്. അവർ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്, പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാം കണ്ടും അറിഞ്ഞും കൊണ്ട് അങ്ങനെ തന്നെയാണ് റസൂൽ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. അങ്ങനെ ഇല്ല എന്നാരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ ഈമാൻ ശരിയല്ല. ഇങ്ങനെ പച്ച മലയാളത്തിൽ എഴുതിവിട്ട നാടാണ് നമ്മുടെ കേരളം. മനസ്സിലാക്കണം. റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഈമാൻ ശരിയായോ? സഹാബത്ത് വിശ്വസിച്ചതുപോലെയായോ? അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവണം, സല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള വിശ്വാസവും ശരിയാവണം. ഏതൊക്കെ ഈമാനിന്റെ ഭാഗങ്ങൾ പൂർത്തിയാകാനുണ്ടോ അതൊക്കെയും പൂർത്തിയാക്കിക്കൊണ്ട് വിശ്വാസത്തെ നന്നാക്കിയെടുത്താലല്ലാതെ സ്വർഗം വ്യാമോഹിച്ചിട്ട് ഒരു ഫലവും കിട്ടാനില്ല. തുടർന്നുകൊണ്ട് ഹദീസിൽ വന്നതെന്താണ്? നിസ്കാരം നിലനിർത്തണം, നോമ്പ് നോൽക്കണം. നിസ്കാരവും അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിർവഹിച്ചാലേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ ഏത് രൂപത്തിൽ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ ഉളു പൂർണ്ണമാകണം, അതിന്റെ തുമഅനീനത്ത് വേണം, അടക്കം വേണം, ഒതുക്കം വേണം. പലരും നിസ്കരിക്കുന്നു വളരെ ധൃതി കൂട്ടിയിട്ട്, റുക്കൂയിൽ അടക്കമില്ല, സുജൂദിൽ അടക്കമില്ല, വളരെ സ്പീഡിൽ പെട്ടെന്ന് കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. ആ നിലക്കുള്ള നിസ്കാരം കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. വൃത്തിയാവാൻ അറിയാത്ത യുവാക്കളാണ് വളർന്നു വരുന്നത്. മൂത്രമൊഴിച്ചാൽ വരെ ശുദ്ധിയാവാൻ അറിയാത്ത ചെറുപ്പക്കാരാണ് വളരുന്നത്. പിന്നെ അവന്റെ നിസ്കാരം സ്വീകാര്യയോഗ്യമാകുമോ? ഇറുകിയ വസ്ത്രങ്ങൾ കൊണ്ട് മൂത്രവിസർജനം നടത്തിയിട്ട് അത് പിന്നെയും അവന്റെ ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ ഇറ്റുകയാണ്. അവൻ പരിഗണിക്കുന്നില്ല. അവന്റെ ഉളു ശരിയായോ? അവന്റെ നിസ്കാരം തന്നെ ശരിയാകുമോ? ഇഖാമത്തുസ്സലാത്ത് നടത്തിയെന്ന് പറയുമോ? സഫ് കെട്ടാനുള്ള അറിവ് പോലുമില്ലാതെ
നിസ്കാരത്തിലെ ദുആ ദിക്റുകളെ കുറിച്ച് പോലും അറിയാതെ ഒരാൾ മരിച്ചാൽ ആ ജനാസക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ കർമ്മമായ ജനാസ നിസ്കാരം അറിയാവുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? സ്വന്തത്തോടൊന്ന് ചോദിക്കേണ്ട ചോദ്യമാണത്. ജനാസ നിസ്കാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഒക്കെ ഓടിക്കൂടുന്നുണ്ട്, എന്നിട്ട് എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. എന്താ അവിടെയൊക്കെ എല്ലാവർക്കും ഉള്ളൊരു സമാധാനം എന്നറിയോ? ആ നിസ്കാരത്തിൽ ഉറക്കം ഓതണ്ട, അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടും. സ്വന്തത്തോടെ ഇരിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെ ഒന്ന് ചോദിക്കുക, ഇന്ന് എന്റെ ഒരു ഉറ്റ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാവുന്ന വലിയ കർമ്മമായ ജനാസ നിസ്കാരം നിർവഹിക്കാൻ എന്നെ കൊണ്ട് സാധ്യമാണോ? ചിന്തിക്കേണ്ട കാര്യമാണത്, നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. ആരും മരിച്ച വാപ്പ മരിച്ചാൽ പള്ളിയിൽ ചോദിക്കും, മക്കളാരെങ്കിലും ഉണ്ടോ, മക്കളാരെങ്കിലും ഉണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിന്റെ ഫിഖഹിയായ മസ്അലയുടെ വശത്തിലേക്കല്ല ഞാൻ പോകുന്നത്. പലപ്പോഴും മക്കൾ ഇങ്ങനെ പിന്തി നിൽക്കും. എന്താ കാരണം? അറിഞ്ഞൂടാ, അറിയില്ല. ഭർത്താവ് പെട്ടെന്ന് മരിച്ചു, ഭാര്യയ്ക്ക് നിസ്കരിക്കണമെന്നുണ്ട്, അറിയില്ല. ഭാര്യ മരിച്ചു, ഭർത്താവിന് നിസ്കരിക്കണമെന്നുണ്ട്, അറിയില്ല. മകൻ മരിച്ചു, ബാപ്പയ്ക്ക് ഇമാമ് നിൽക്കണമെന്നുണ്ട്, അറിവില്ല. ഇത് എന്നെങ്കിലും ഞാൻ പഠിച്ചോളാമെന്ന് വിചാരിക്കേണ്ട കാര്യമല്ല പ്രവാസികളെ. ഈ കൂട്ടത്തിൽ ഈ പറയുന്ന ഞാനാണോ നിങ്ങളാണോ എവിടെ വെച്ചാ മരിക്കുവാൻ അറിയില്ല. എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ജനാസ നിസ്കാരം. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അറിയാത്തവരാണ് 99% ആളുകളുമെന്ന് പറഞ്ഞാൽ ആ കണക്ക് ഒരിക്കലും തെറ്റിപ്പോകുമെന്ന് എനിക്ക് ധാരണയില്ല. അത് തെറ്റാവില്ല. നിങ്ങൾ സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്. എല്ലാവരും വളരെ സ്പീഡിൽ ആദ്യം ഫാത്തിഹയല്ലേ ഒന്നാമത്തേലെന്ന് ചോദിക്കും, ശരിയാണ്. രണ്ടാമത്തെ തക്ബീറിലോ സ്വലാത്തല്ലേ, ശരിയാണ്. മൂന്നാമത്തെ തക്ബീറിലോ അത് പറയുമ്പോഴാണ് വിഷമം, അത് പറയുമ്പോഴാണ് പ്രയാസം. മയ്യത്ത് നിസ്കാരത്തിന്റെ റൂഹെന്ന് പറയുന്നത്, അതിന്റെ ജീവൻ എന്ന് പറയുന്നത് അതാണ്. ഇദാ സ്വല്ലൈതും അലൽ ജനാസ ഫഅഖ്ലിസൂ ലഹു ദുആ. നിങ്ങളൊരു ജനാസക്ക് വേണ്ടി നിസ്കരിക്കുന്നതായാൽ ദുആഇനെ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യണേ. ആ ജനാസക്ക് വേണ്ടി ആ നിസ്കാരത്തിന്റെ റൂഹ് എന്ന് പറയുന്നത് ആ ദുആയാണ്. അതറിയോ? എല്ലാവരും ഒന്ന് സ്വന്തത്തോട് ചോദിക്കുക, എനിക്കത് അറിയോന്ന്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു എന്നിങ്ങനെ സുദീർഘമായ, അല്പം ദീർഘമായ ഒരു പ്രാർത്ഥന ഉണ്ട്. എത്ര പേർക്ക് അറിയാം? എന്നാ എല്ലാവരും ജനാസ നിസ്കരിക്കാൻ ഓടിക്കൂടൂലേ? കൂടും. മയ്യിത്ത് നിസ്കരിച്ചോ? ഒരുപാട് ആളുണ്ടായി. എത്ര ആളെ നിസ്കാരാ ശരിയായത്? എത്ര ആളാ നിസ്കരിച്ചത്? ആർക്കാ അതിനെ കുറിച്ച് ബോധമുള്ളത്? 4 വരി 5 വരി അടങ്ങുന്ന ഒരു പ്രാർത്ഥന മനഃപ്പാഠമാക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ മക്കൾക്ക് കഴിയുന്നില്ല, പലർക്കും കഴിയുന്നില്ല. 2ഉം 3ഉം പേജുകളുള്ള തിയറി എക്സാമിന് വേണ്ടി വിവിധ ഭാഷകളിൽ മനഃപ്പാഠമാക്കുന്നു നമ്മുടെ മക്കൾ. അത് മനഃപ്പാഠമാക്കാത്തതിന്റെ പേരിൽ ട്യൂഷൻ അധ്യാപകരെ വെച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ, അത് പഠിക്കാത്തതിന്റെ പേരിൽ അടിക്കുന്ന രക്ഷിതാക്കൾ, അത് ചൊല്ലിപ്പറയുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചതിന്റെ പേരിൽ ശകാരിക്കുന്ന രക്ഷിതാക്കളെ. സ്വന്തം ഞാനൊന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ മകൻ എനിക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് എനിക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ, അതല്ലെങ്കിൽ ദുആ ചെയ്യുമ്പോ അത് തെറ്റുകൂടാതെ പറയാനറിയാവുന്ന മകനാണ് എനിക്കുള്ളത്. അതേ, ആ കാര്യത്തെക്കുറിച്ച് ബോധമുള്ള കുടുംബാംഗങ്ങളാണോ എന്റെ വീട്ടിലുള്ളതെന്ന് ബോധമുള്ള എത്ര രക്ഷിതാക്കൾ എന്റെ മുമ്പിലിരിക്കുന്നു? സ്വന്തത്തോട് ചോദിക്കേണ്ടതാ. അവനവനെ കുറിച്ചുള്ള ഒരു ആത്മവിമർശനം ഇടയ്ക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു സംഗതിയാണ്. വളരെ ഗൗരവത്തോട് ആലോചിക്കണം. അപ്പൊ അറിയില്ല, ഇഖാമത്തു സ്വലാത്ത് അറിയില്ല. ഇനിയിപ്പം ജനാസ നിസ്കാരത്തിന്റെ കാര്യം പോകട്ടെ, സാധാരണ നിസ്കാരം അറിയാമോ? സാധാരണ നിസ്കാരത്തിൽ തശഹ്ഹുദെന്ന് തെറ്റുകൂടാതെ പറയാമോ എന്ന് ചോദിച്ചാൽ കൈകാല് വിറക്കാതെ നിന്ന് പറയാൻ കഴിയാവുന്ന എത്ര പേരുണ്ട് ശ്രോതാക്കളെ നമ്മുടെ കൂട്ടത്തിൽ? ഫാത്തിഹ ഓതാൻ പറഞ്ഞ വിറക്കാതെ ഓതൂലേ? ഓതും. അതെന്താ? നല്ല അറിവുണ്ട്. എന്താ തശഹ്ഹുദ് ഓതാൻ പറഞ്ഞാൽ പലരും പറയും, അതിപ്പോ നിങ്ങളെ മുമ്പിലാണ് കിട്ടാത്തതൊന്നും നോക്കണ്ട, ഞാൻ നിസ്കരിക്കാനാണ് നിന്ന റെഡിയാണ്. എന്താ ഫാത്തിഹയുടെ കാര്യം പറയുമ്പോ അങ്ങനെ പറയാത്ത? അത് നിങ്ങളെ മുമ്പിലാണ് എന്നാലും കിട്ടുന്നുണ്ടല്ലോ ഫാത്തിഹ. അതെന്താ? അത് ക്ലിയർ ആയിട്ട് അറിയാം. തശഹ്ഹുദ് അറിയില്ല, തശഹ്ഹുദ് അറിയൂല. എന്താണ് ഇഅ്തിദാലിൽ ചൊല്ലേണ്ടതെന്ന് അറിയൂല. ഇഖാമത്തു സ്വലാത്ത് നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്ത്
ഇഖാമത്തുസ്സലാത്ത് എന്താണെന്ന് അറിയാതെ ജീവിക്കുന്നു. അവരും അറിയാം എത്ര ഗോൾ അടിച്ചു കഴിഞ്ഞ കൊല്ലെന്ന്, അവരും അറിയാം ആരടിച്ചു എവിടെ അടിച്ചു എന്ന്, അവരും അറിയാം എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന്. പക്ഷേ അവന്റെ ഖബറിൽ ശാന്തിക്ക് ആവശ്യമായത് അവൻ അറിഞ്ഞുകൂടാ. എവിടേക്കായി പോകുന്നു? എന്നിട്ട് സ്വർഗം ഞാൻ ആഗ്രഹിക്കുക. സ്വർഗം, അതിനാ ഞാൻ ആദ്യ തുടക്കത്തിൽ എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. സ്വർഗം എന്ന് പറഞ്ഞാൽ മോഹിച്ചാൽ മാത്രം കിട്ടുന്നതല്ല മക്കളെ. അത് കേവലം വ്യാമോഹം കൊണ്ട് മാത്രം കിട്ടുന്നതല്ല. അത് അള്ളാഹ് പറഞ്ഞതാ, തിൽക്ക അമാനിയും, നിങ്ങളെ പൂതി മാത്രമാണ്. പൂതിപ്പെടുന്നവർക്കൊക്കെ കൊടുക്കണതല്ല സ്വർഗം, പണിയെടുത്തവർക്ക് ആ സ്വർഗം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിന് പറയുന്ന ഉപാധികളാണ് ഈ കൽപ്പിക്കുന്നത്. ഈമാൻ ശരിയാവണം, നിസ്കാരം ശരിയാവണം, നിസ്കാരം നിലനിർത്തണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും വേണം. അങ്ങനെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റം വരുമ്പോ ധാർമ്മികത ജീവിതത്തിൽ നിലനിർത്തണം. അവർക്കാണ് സ്വർഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യളമനു ലീ മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. ആര് എന്നോട് ഓഫർ പറയുന്നുവോ, എന്താണ് അവൻ ജാമ്യം നിൽക്കുന്നത്? 2 താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെ ഞാൻ അടക്കി വെച്ചുകൊള്ളാം, 2 കാലുകൾക്കിടയിലുള്ള എന്റെ ലൈംഗികാവയവത്തെയും ഹറാമ് ചെയ്യാതെ, ഹറാമ് പറയാതെ ഞാൻ ഒഴിച്ചു മാറ്റി നിർത്തിക്കൊള്ളാമെന്ന് ആരെങ്കിലും എന്നോട് കരാറ് പറയുന്നുവെങ്കിൽ, ജാമ്യം നിൽക്കുന്നുവെങ്കിൽ, അതുമല്ലഹുൽ ജന്ന, സ്വർഗം അവനുണ്ടെന്നും ഞാനിതാ ജാമ്യം നിൽക്കുന്നു. അത് നിസ്കരിക്കുന്നവന് കിട്ടുന്ന പവറാണ്. നിസ്കരിക്കുന്നവന് കിട്ടുന്നൊരു പവറാണത്. എന്ത്? ഫാഹിഷത്തിൽ നിന്നും മുൻകറിൽ നിന്നും അവന്റെ നിസ്കാരം അവനെ തടയും. നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ തോന്നിയാസുണ്ട്. നിസ്കാരം കഴിയാൻ കാത്തു നിൽക്കല്ലേ, ഭയഭക്തിയില്ല, ഒന്നുമില്ല. ഇപ്പൊ ഈ ഫുട്ബോളിന്റെ ഹരം കാരണത്താൽ ആളുകൾ നിസ്കരിക്കാൻ പോകൂല. ഇനി അഥവാ കുറച്ചൊക്കെ ഈമാൻ ഉണ്ടെങ്കിൽ തന്നെ പതുക്കെ അവിടെ സ്റ്റില്ലടിച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ മറ്റുള്ളവനോട് സ്കോറൊക്കെ നോക്കാൻ പറഞ്ഞിരുമ്പോൾ പള്ളിയിൽ കൂടുകയാണ്. അവിടെ പോയി കയ്യട്ടിട്ട് എന്താ കാര്യം? അല്ലാഹു അക്ബർ. പിന്നെ അപ്പുറത്ത് മറ്റോടത്ത് എന്തായിന്നാവോ, അവൻ എത്ര അടിച്ചു എന്നാവോ, ഇവിടെ എന്തായിന്നാവോ, ഫൈനൽ എപ്പോഴാണാവോ, ഇവൻ എവിടുക്കാന്നാവോ. അവന്റെ മനസ്സിൽ മുഴുവൻ അതാണ്. നിസ്കാരത്തിൽ മുഴുവനും അവന്റെ മനസ്സ് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ നിസ്കാരത്തിൽ കളിയും വിനോദവുമാണ് അവന്റെ മനസ്സിൽ വരുന്നത്. അതേ ഗ്രൗണ്ടിലൂടെ ഉരുളുന്ന പാൽപ്പന്താണ് അവന്റെ മനസ്സിൽ വരുന്നത്. അതേ അവസരത്തിൽ നിന്റെ മനസ്സിൽ ഉരുളേണ്ടത് ആ ഉരുളുന്ന പന്തല്ല, നിരകത്തിൽ പുറത്തേക്കെറിയുന്ന തീപ്പന്തത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് എപ്പോഴും മനസ്സിൽ വരേണ്ടത്. എന്നിട്ട് നിസ്കരിക്കുമ്പോ ഓർമ്മണ്ടോ? നിസ്കാരം കഴിഞ്ഞാൽ ഓർമ്മണ്ടോ? പെട്ടെന്ന് പിന്നീതിലേക്ക് വന്നില്ലേ? നിസ്കാരത്തിന്റെ മുമ്പും പിമ്പുള്ള റവാത്തിബ് എന്താ? ഫുട്ബോളിന്റെ മത്സരം കാണുക. അപ്പുറം നിസ്കാരമില്ല, സുബഹില്ല. എത്ര ആളാ രാത്രി ഉറക്കൊഴിച്ചിരിക്കുന്നത് നിനക്കറിയോ? എന്റെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ നിന്നെ കാത്തിരിക്കുകയാണ് സന്തോഷത്തോടുകൂടി. പുഴുക്കളും പാമ്പുകളും അതേ രൂപത്തിലുള്ള സർവ്വരൂപത്തിൽ നിന്നെ കൊത്തിക്കീറി വലിക്കുവാനുള്ള സ്പെഷ്യൽ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഖബറിൽ എങ്ങനെ ഒരുക്കി വെക്കുമ്പോ, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദ്യം വരുമ്പോ, റബ്ബിനെ കുറിച്ച് ചോദ്യം വരുമ്പോ, അതിന് മറുപടി പറയാനുള്ള അറിവുകൾ പോലും നേടിയെടുക്കാതെ വിനോദത്തിന്റെ പിന്നാലെ പോയാൽ സ്വർഗമിങ്ങനെ മോഹിച്ചിരുന്നിട്ട് ഒരു ഫലവും കിട്ടുകയില്ല. അതുകൊണ്ട് വിനോദങ്ങളൊക്കെ, അനുവദിക്കപ്പെട്ട വിനോദങ്ങളൊക്കെ ആവാം ഒരു പരിധി വരെ. പക്ഷെ അത് നമ്മുടെ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ബാധ്യതകളെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു വിനോദവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വർഗം മോഹിക്കുന്നുണ്ടോ? ധാർമ്മികമായ ജീവിതത്തിൽ വലിയ മാറ്റം വേണം. നാവ് നിയന്ത്രിക്കണം, ലൈംഗികാവയവത്തെ നിയന്ത്രിക്കണം. അത് നിയന്ത്രിക്കാൻ കഴിയാതെയാകുമ്പോ അബദ്ധങ്ങളിലേക്ക് പോവുകയാണ്, വ്യഭിചാരത്തിലേക്ക് പോവുകയാണ്, നാവിനെ ദുരുപയോഗപ്പെടുത്തുകയാണ്, ഹറാമായ കാര്യങ്ങളിലെ പ്രവർത്തിക്കുകയാണ്. ഹറാമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങളെ എല്ലാം ഇസ്ലാം വിരോധിച്ചു കഴിഞ്ഞു. പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണേ, നീ കാരണത്താൽ ഒരാൾ വ്യഭിചരിക്കാൻ കാരണമായാൽ, നിന്നെ നോക്കിയിട്ട് ഒരാണിന് വല്ല മോഹവും മനസ്സിൽ ഉദിപ്പിക്കുന്ന നിലക്ക് നീ വന്നുകയാൽ മൽഊനാത്താണ് ആ പെണ്ണുങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ നാരിമാരെ കണ്ടാൽ അൽഉനൂഹുന്ന, നിങ്ങൾ അവരെ ശപിക്കണേ. ഫഇന്നഹുന്ന മൽഊനാത്ത്, അവർ ശാപത്തിന് അർഹരായ പെണ്ണുങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഏത് പെണ്ണുങ്ങളാറ്? ഏതാത് പെണ്ണുങ്ങള്?
ഉടുക്കാത്ത പെണ്ണുങ്ങളല്ല, ഉടുത്തിട്ടുണ്ട് എന്നാ അള്ളാന്റെ റസൂല് പറയുന്നു. ഉടുത്തിട്ടുണ്ട്, പക്ഷേ ഉടുത്തിട്ടില്ല. ശരീരത്തിന്റെ അംഗലാവണ്യം പുറമേക്ക് കാണുന്ന നിലക്കുള്ള വേഷവും ധരിച്ച് നടക്കുന്ന പെണ്ണ്, അലങ്കാരം പുറത്ത് കാണിക്കുന്ന പെണ്ണ്, ചിലത് മനസ്സിലാക്കി എന്ത് വെറും പർദ്ദയങ്ങിട്ടാൽ എല്ലാമായി എന്ന് വിചാരിക്കണ്ട. അതേ മറ്റുള്ളവന്റെ മുമ്പിൽ അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള തലയുമായി കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ലോകത്ത് വരുമെന്ന് പറഞ്ഞു. അത് റസൂലുള്ളാന്റെ കാലത്ത് അന്ന് നിലവിലില്ല. ഞാൻ അവരെ കണ്ടിട്ടില്ലെന്ന അന്ന് ഹബീബ് പറഞ്ഞത്. അഥവാ അവരിത് വരാൻ പോകുന്നു, അവരുടെ മുടിക്കെട്ട് വലിയ മുടിയാണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് തലയിലാ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടിവെച്ച് വലിയ റിബണുകൾ വെച്ച് അതുപോലെ തന്നെ പല രൂപത്തിലുള്ള വസ്തുക്കൾ വെച്ച് കെട്ടിയിട്ട് തലയേക്കാൾ ഇരട്ടിയുള്ള മുടിക്കെട്ടാണെന്ന് തോന്നിപ്പിച്ച് അതിങ്ങനെ കുടുമ കെട്ടിയിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള ഇളക്കിയുള്ള നടത്തമുള്ള പെണ്ണില്ലേ, ആ പെണ്ണുങ്ങളെ പറ്റി അല്ലാഹു തആല അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നത് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോകട്ടെ, അതിന്റെ മണം പോലും അവർക്ക് നിഷിദ്ധമാകുന്നു. ശ്രദ്ധിച്ചോളണം. ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് ആണുങ്ങളുടെ ഇടയിൽ ഇറങ്ങണ്ട. ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് പുതിയാപ്പളിന്റെ അടുത്തേക്ക് പോവുക. പുതിയാപ്പളിന്റെ അടുത്തേക്ക് പോകുമ്പോ ബ്യൂട്ടി പാർലറിൽ കയറിക്കോ, നന്നായി ഒരുങ്ങിക്കോ, പൗഡർ ഇട്ടോ, കൺമഷി എഴുതിക്കോ, എന്തൊക്കെ കളറുകൾ മുഖത്തോ ആക്കാൻ പറ്റുമോ ഒക്കെ ചെയ്തോ. അത് അന്യ ആണിന്റെ മുമ്പിലേക്ക് പോകുമ്പോഴല്ല, അകത്ത് കയറുമ്പോഴാണ് ഒരുങ്ങേണ്ടത്. പുറത്തിറങ്ങാനല്ല ഒരുങ്ങേണ്ടത്, അകത്തേക്ക് കയറാനാ ഒരുങ്ങേണ്ടത്. നേരെ മറിച്ചാന്ന് സംഭവം. പുറത്തേക്ക് എല്ലാ നിലക്കും മേക്കപ്പ് ചെയ്തിറങ്ങുക. ഇസ്ലാം പറയുന്നത് നീ മേക്കപ്പ് ചെയ്ത് അകത്ത് കയറാൻ എന്റെ നീ പുറത്തിറങ്ങിയിട്ട് നിന്നെ ആ നിലക്കുള്ള അലങ്കാരങ്ങളോടെ കണ്ട ഒരു മനുഷ്യന്റെ മനസ്സിൽ വല്ല ചീത്തയായ ചിന്തയും വന്നാൽ അത് നിന്റെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നു, ആ മനുഷ്യന്റെ പരലോകത്തെയും നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ ബന്ധപ്പെടുത്തുന്ന മോശപ്പെട്ട വേഷവിധാനം, അനാവശ്യമായ നോട്ടം, അനാവശ്യമായ സംസാരങ്ങൾ, ഒരു സ്ത്രീയും പുരുഷനും എന്തിന്റെ പേരിലാണെങ്കിലും ഒരിടത്ത് തനിച്ചാവൽ, എല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നത് ഈ വലിയ പാതകത്തിൽപ്പെട്ട് മനുഷ്യൻ ഈ നരകത്തിലേക്ക് പോകാതിരിക്കാനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്ത് വേണോ സ്വർഗം വേണോ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാമെന്ന് ഓഫർ പറഞ്ഞാൽ സ്വർഗമുണ്ടെന്ന് ഓഫർ തരാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ധാർമ്മികത, സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ധാർമ്മികത നിർബന്ധമാണ് ഇസ്ലാം പറയുന്നത്. ഇനിയും തീർന്നില്ല. സത്യസന്ധത വേണം. കളവുകൾ പ്രചരിപ്പിക്കണ്ട, കളവ് പ്രചരിപ്പിക്കാൻ പാടില്ല. അത് സ്വർഗം വിലങ്ങും, അത് സ്വർഗത്തിലേക്കുള്ള പാത തടസ്സപ്പെടുത്തും. ഇന്ന സിദ്ഖ യഹ്ദീ ഇലൽ ബിർരി വഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന. സത്യസന്ധത പുണ്യത്തിലേക്കും പുണ്യം സ്വർഗത്തിലേക്കും നയിക്കുന്നു. കളവ് നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നട്ടാൽ മുളക്കാത്ത വലിയ കളവുകളങ്ങ് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നു, വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയാണ്. നേരാണോ തെറ്റാണോ എന്നൊന്നും പരിശോധിച്ചില്ല. കിട്ടിയത് തന്റെ എതിരാളിയെ കുറിച്ചാണെന്നത് മാത്രമേ നിശ്ചയമായി കണ്ടുകയുള്ളൂ. അതങ്ങ് പ്രചരിപ്പിച്ചോ, അതിൽ വസ്തുതയുണ്ടോ എന്ന് ചിന്തിച്ചില്ല. അങ്ങനെ അങ്ങ് പ്രചരിപ്പിച്ച് നരകം വാങ്ങുന്നു, കളവ് പറയുന്നു, റസൂലുള്ളാന്റെ പേരിൽ കളവ് പറയുന്നു, കള്ള ഹദീസുകൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച്, അവിടുത്തെ കുറിച്ച് പറയരുതാത്തത്, വിശ്വസിക്കരുതാത്തത് അവിടുന്ന് പറഞ്ഞു, വിശ്വസിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നു. മുടിയും കൊണ്ട് നടക്കുന്നു, പൊടിയും കൊണ്ട് നടക്കുന്നു, നെടിയടിയും കൊണ്ട് നടക്കുന്നു. റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുന്നു. അങ്ങനെ എത്രയെത്ര രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നു. ശരിയാവില്ല, ഈമാൻ ശരിയാകൂല, സ്വർഗപ്രവേശം സാധ്യമല്ല. അപ്പൊ ധാർമ്മികത വേണം, സത്യസന്ധത പാലിക്കണം. ഇതിനേക്കാളെല്ലാം ഉപരി എന്ത് വേണം? അറിവ് നേടണം. അറിവില്ലാത്തവനാണ് അവന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ അറിവ് വേണം. അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്ന് പഠിപ്പിക്കപ്പെട്ട സമുദായമാണ് ഈ സമുദായം. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം ഒരു അധ്യായം തന്നെ, കിതാബുൽ ഇൽമ് പറയുന്ന അധ്യായമാണത്. അവിടെ നമുക്ക് കാണാം, വളരെ കൃത്യമായിട്ടൊരു അധ്യായം കാണാം. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി. ഒരു കാര്യം പറയുന്നതിന്റെ മുമ്പും നല്ല അറിവ് വേണം, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ മുമ്പും നല്ല അറിവ് വേണം. അമല് ചെയ്യാനും അറിവ് വേണം, പറയാനും അറിവ് വേണം. സമൂഹത്തിന് ഇത് രണ്ടുമില്ല. പറയുമ്പോഴും അറിവില്ല, അമല് ചെയ്യുമ്പോഴും അറിവില്ല. അതിൽ നിന്ന് മാറ്റം വരണം. അതിനാ പഠനം. പരിശുദ്ധ റമദാനാ വരുന്നത്, പഠിക്കണം.
പരിശുദ്ധ ഖുർആൻ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, ആവശ്യമായ അറിവുകളൊക്കെ നേടിയിരിക്കണം. എല്ലാം കൂടി നേടാൻ കഴിയൂല, പക്ഷെ അനിവാര്യമായ അറിവുണ്ട്. ആ അറിവ് എല്ലാ സ്ത്രീ പുരുഷനും നേടൽ നിർബന്ധ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് തേടൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. അതേത് ഇൽമാണ്? ഖബറിൽ രക്ഷപ്പെടാനുള്ള ഇൽമ്, സിറാത്ത് പാലത്തിലൂടെ മുന്നോട്ട് കുതിക്കാനുള്ള ഇൽമ്, സ്വർഗത്തിലേക്ക് എത്താനുള്ള ഇൽമ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇൽമ്, മലക്കുകൾ ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാനുള്ള ഇൽമ്, പരലോകത്ത് വെച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുകൈകളിലൂടെ ഹൗലുൽ കൗസർ നദിക്കപ്പെടുമ്പോ അതിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടാതിരിക്കാനുള്ള ഇൽമ്. ഇതൊക്കെ വേണം, ഇതൊക്കെ വേണം. ഇതൊക്കെ കിട്ടിയാലേ സ്വർഗം കിട്ടൂന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഇൽമിന്റെ മാർഗങ്ങളൊക്കെ മനുഷ്യനിൽ ഉണ്ടാകണം. അതിന്റെ കൂടെ തന്നെ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് ജീവിക്കുമ്പോഴും പാപമോചനത്തിന്റെ പ്രാർത്ഥനകൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കണം. അവനാണ് സ്വർഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഗൗരവത്തോടെ നമ്മളൊക്കെ മനസ്സിലാക്കണം. എല്ലാ രാവും എല്ലാ പകലും ഒരു തവണയെങ്കിലും ഞാൻ ഈ കേൾപ്പിക്കുന്ന ഈ കാര്യം പറഞ്ഞു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ നേതാവെന്നറിയപ്പെടുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅനാ അബ്ദുക വഅനാ അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സ്വന്തത്തോടൊന്ന് ചോദിക്കും ശ്രോതാക്കളെ, ഇത് എത്ര പേർക്കറിയാം? ഇത് എത്ര ആളുകൾക്കറിയാം? എന്താ ഇതിനിത്ര മഹത്വം? എന്താ ഇതിനിത്ര മഹത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കണോ? ആരെങ്കിലും ഈ ദിക്ർ, ഈ ദുആ പകൽ സമയത്ത് മുഖിനൻ ബിഹാ, അതിൽ പറഞ്ഞ കാര്യങ്ങൾ അടിയുറച്ച് ദൃഢമായി വിശ്വസിക്കുന്ന നിലക്ക് ആരെങ്കിലും ഇത് പകൽ സമയത്ത് പറഞ്ഞാൽ, ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ, ആ പകലിൽ അന്നത്തെ വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് ആ മനുഷ്യനെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാകുന്നു. പകൽ സമയത്ത് ഇതൊരാൾ പറഞ്ഞ് രാത്രിയാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ അയാൾ സ്വർഗാവകാശിയാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി, ആരെങ്കിലും ഇത് രാത്രിയിൽ പറഞ്ഞ് ഫഹുവ മൂഖിനുൻ ബിഹാ, അതിൽ പറഞ്ഞതൊക്കെ ദൃഢമായി വിശ്വസിക്കുന്ന നിലക്ക് ഫമാത ഖബ്ല അൻ യുസ്ബിഹ, പ്രഭാതമാകുന്നതിന്റെ മുമ്പ് അവൻ മരിച്ചുപോയാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗാവകാശിയാകുന്നു. ഒന്ന് ആലോചിച്ചു നോക്ക്, എത്ര മഹത്തുള്ള ദുആയാണിത്. ഏതൊരു മനുഷ്യന്റെയും മരണം ഒന്നുകിൽ രാത്രിയാണ് അല്ലെങ്കിൽ പകലാണ്. 24 മണിക്കൂർ വീതിക്കുമ്പോ ഇത്ര മണിക്കൂർ രാത്രി, ഇത്ര മണിക്കൂർ പകല്. ഓരോ പകലും തുടങ്ങുമ്പോ ഉറപ്പുവരുത്തണം, ഞാൻ ഈ ദുആ ചൊല്ലിയിട്ടുണ്ട്. ഓരോ രാത്രിയും കടന്നു വരുമ്പോ ഉറപ്പുവരുത്തണം, ഈ ദുആ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. എന്തിന്? ഏതെങ്കിലും ഒരു പകൽ രാത്രി വരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ മരിക്കും. ഏതെങ്കിലും ഒരു രാത്രി പ്രഭാതം വരുന്നതിന്റെ മുമ്പ് ഞാൻ മരിച്ചിരിക്കും. പക്ഷേ എനിക്കെന്റെ സ്വർഗം ഉറപ്പുവരുത്തണം, എനിക്ക് സ്വർഗക്കാരനാവണം. അതിനാവശ്യമായ ഉറപ്പ്, സുരക്ഷ നമ്മൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ റബ്ബിനോടുള്ള നമ്മുടെ പ്രത്യേകമായി നമ്മുടെ താണുകേണുള്ള പാപമോചനത്തിന്റെ തേട്ടമാണ് കാതലായി കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ സ്വർഗം കിട്ടൂ. റബ്ബിനെ കുറിച്ച് ശരിയായ നിലക്കുള്ള വിശ്വാസവും ആ നിലക്ക് യഥാർത്ഥമായ നിലക്കുള്ള കർമ്മങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ആ നിലക്ക് നമ്മൾ ജീവിച്ചാലേ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. അതിനൊക്കെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറിവ് നേടണം. അറിവിന്റെ പാതയിലേക്ക്, ഖുർആൻ പഠിക്കുന്ന വേദികളിലേക്ക്, ഹദീസ് പഠിക്കുന്ന വേദികളിലേക്ക്, അറിവ് പകരുന്ന വേദികളിലേക്ക്, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആര് പുറപ്പെട്ടോ, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും അറിവിന്റെ വഴിയിലേക്ക് അറിവ് നേടുക എന്ന ഉദ്ദേശത്തോടുകൂടി
ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള അവന്റെ വഴി അത് മുഖേന റബ്ബ് എളുപ്പമാക്കി കൊടുക്കുന്നു. അപ്പൊ ഇൽമിനുള്ള യാത്ര, ഇൽമ് തേടിക്കൊണ്ടുള്ള യാത്ര, ഇൽമിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പുറപ്പെടൽ, ഇൽമിന്റെ മജ്‌ലിസിൽ വരൽ ഒക്കെ സ്വർഗം കിട്ടാൻ കാരണമാണ്. ഈ നിലക്ക് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷ്മത കാത്ത് വളരെയേറെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയാൽ അവർക്കാണ് സ്വർഗം, അവർക്കാണ് പ്രിയമുള്ളവരെ സ്വർഗം. ആ സ്വർഗം നേടാനാണ്, അതിനുവേണ്ട അധ്വാനങ്ങളിലേക്കാണ് നാം അറിവ് നേടേണ്ടത്. അറിവ് നേടാൻ നമ്മൾ സ്വന്തമായി പ്രയത്നിക്കുന്നതോടൊപ്പം അറിവ് നേടുന്നവരെ സഹായിക്കലും അറിവ് പ്രചരിപ്പിക്കുന്നവരെ സഹായിക്കലും അനിവാര്യമാണ്. നമ്മുടെ നാട്ടിലൊരാ നമുക്കറിയാം, വളരെ പ്രശസ്തമായ നിലക്ക് ഏതാനും കൊല്ലം കൊണ്ട് തന്നെ വളരെ പ്രശസ്തമായി നടന്നു വരുന്ന ഒരു സ്ഥാപനം ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന പേരിലുള്ള സ്ഥാപനം. പ്രവാസികളായി നിങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ ജാമിഅ അൽ ഹിന്ദ് എന്ന പേരുള്ള 100-200ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ദീനീ വിദ്യാഭ്യാസം നുകർന്നുകൊണ്ടിരിക്കുന്ന 100-200-ലേറെ യുവാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനം നിങ്ങൾ കാണണം. അതിന് നിങ്ങൾ സഹായിക്കണം. എല്ലാം സൗജന്യമായിട്ടാണ് ആ മക്കൾക്ക് അവിടെ സൗജന്യമായ വിദ്യാഭ്യാസമാണ് നൽകുന്നത്. നിങ്ങളുടെ പരിശുദ്ധ റമദാനിലുള്ള സദഖകളിൽ നിങ്ങളൊരു തീരുമാനം കൃത്യമായി എടുക്കണം. ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സഹായിക്കുവാൻ ഒരു മാസത്തെ ചെലവിന് ആവശ്യമായ, ഓരോ കുട്ടികൾക്കും ആവശ്യമായ രൂപത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ അവിടെ നമ്മൾ സൗജന്യമായിട്ടാണ് ഒരുക്കുന്നത്. അവരുടെ ഭക്ഷണം, അവരുടെ താമസ സ്ഥലം, അവരുടെ മറ്റു പഠനോപകരണങ്ങൾ, സൗകര്യങ്ങളെല്ലാം അതിനൊക്കെ ആവശ്യമായ രൂപത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ആ സ്ഥാപനത്തിന് ബാധ്യതയായി ഓരോ മാസവും കടന്നു വരുന്നത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം, നിങ്ങളുടെയൊക്കെ സഹായങ്ങളിൽ ഉണ്ടാകണം. മതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെങ്കിലും ഒരു കൊല്ലത്തേക്കോ എത്രയാണോ നിങ്ങൾക്ക് കഴിയുക എങ്കിൽ ഒരു മാസം നമ്മുടെ ഇന്ത്യൻ രൂപ 2500 രൂപയാണ് ഒരു കുട്ടിയുടെ പഠന ചെലവ്. ദീന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു മാസത്തെ പഠന ചെലവ് ഏകദേശം അതാണ്. ഒരു മാസത്തേക്കോ 6 മാസത്തേക്കോ ഒരു വർഷത്തേക്കോ നിങ്ങൾക്കൊക്കെ അത് ചെയ്തുകൂടെ? നമുക്കത് ചെയ്തുകൂടെ? തീർച്ചയായും പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന, അത് മനസ്സിലാക്കുന്ന, പ്രചരിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നാം ചെയ്യുന്ന ഓരോന്നും വളരെയേറെ നമുക്ക് ശാന്തിയും സമാധാനവും നമ്മുടെ പരലോകത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ, അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് അറിവ് നേടുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം അറിവ് നേടുന്ന ആളുകളെ സഹായിക്കുവാനുള്ള മനസ്ഥിതിയും പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. അറിവ് നേടുവാൻ മുമ്പുള്ള കാലങ്ങളെ പോലെയല്ല ഇന്ന്. ധാരാളക്കണക്കിന് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ സഹോദരന്മാരെ, മുമ്പ് ഒരു നാട്ടിലൊരു പ്രഭാഷണം നടന്നു കഴിഞ്ഞാൽ അതൊക്കെ CD-യായി കാസറ്റായി എത്താനൊക്കെ കാലങ്ങൾ എത്ര വേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ ബഹ്റൈനിൽ വെച്ച് നമ്മൾ ഇവിടെ ഈ സമൂഹത്തിന്റെ ആളുകളുടെ മുമ്പിൽ വെച്ച് നടക്കുന്ന ഈ പ്രഭാഷണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോരുത്തരും അവരുടെ വീടുകളിൽ ഇരുന്ന് വരെ കേൾക്കുന്ന സംവിധാനങ്ങളുണ്ട്. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന ഡൈലക്സ് ക്ലാസ് റൂമിലൂടെ മതപരമായ അറിവുകൾ നേടിയെടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ആ ഇസ്ലാമിക് ക്ലാസ് റൂമിനെ പരിചയപ്പെടണം. അതിന്റെ സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഇന്റർനെറ്റിലൂടെ നാട്ടിൽ നടക്കുന്ന പരിപാടികളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിജ്ഞാനപരമായ ദർസുകളും ക്ലാസുകളും എല്ലാം നമുക്ക് ലഭ്യമാകുന്ന ആ സംവിധാനത്തെക്കുറിച്ചും നിങ്ങൾ അറിയണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ. വിജ്ഞാനം അതെവിടെയുണ്ടെങ്കിലും അത് അന്വേഷിക്കുകയും അറിയുകയും ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥമായ അറിവ് നേടി ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തെയും കർമ്മത്തെയും സ്വഭാവത്തെയും ഇടപാടുകളെയും എല്ലാം നന്നാക്കിയെടുത്തുകൊണ്ട് യഥാർത്ഥമായ രൂപത്തിലുള്ള ഒരു ജീവിതം ജീവിക്കുന്നവർക്ക് സ്വർഗം അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. ആ അർത്ഥത്തിൽ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നാം എല്ലാവരും പരിശ്രമിക്കുക. വരുന്ന പരിശുദ്ധമായ റമദാൻ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി ആ മാസത്തിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുവാനുള്ള തൗഫീഖിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളിലും ഏർപ്പെടാതിരിക്കുകയും എല്ലാ രൂപത്തിലുള്ള കാരുണ്യത്തിന്റെയും കവാടങ്ങൾ തനിക്ക് മുമ്പിൽ തുറക്കപ്പെട്ട് തരുവാൻ വേണ്ടി റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടുന്ന ഈ അവസരങ്ങൾ സ്വർഗപാതകൾ എളുപ്പമാക്കി തീർക്കുവാനുള്ള വഴികളിലേക്ക് നമ്മളെല്ലാവരും വളരെയേറെ ആവേശപൂർവ്വം മുന്നോട്ട് വരേണ്ടതുണ്ട്. സർവ്വ ഫിത്നകളുടെയും ഫസാദുകളുടെയും ദുഷ്പ്രചരണങ്ങളുടെയും
ദുഷിച്ച എല്ലാ രൂപത്തിലുള്ള കുപ്രചരണങ്ങളുടെയും മുനയെടുക്കുവാൻ അറിവാണ് നമുക്ക് ആവശ്യം. ശിർക്കല്ലാത്തവനെ കുറിച്ച് ശിർക്കാണെന്ന് പറയുന്നവരെ തെര്യപ്പെടുത്താൻ, പഠിപ്പിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അതുപോലെ തന്നെ വിദഅത്തുകൾ ഏതൊക്കെയാണെന്ന് സമൂഹത്തെ അറിയിക്കുവാൻ, ഇസ്ലാം എന്താണെന്ന് ശരിയായ നിലക്ക് പഠിപ്പിക്കുവാൻ, ആ അർത്ഥത്തിലൊക്കെ ശരിയായ നിലക്കുള്ള ഇൽമ് നാം നേടിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പഠന സംരംഭങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഭാഗവാക്കാവണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്കെല്ലാം അവൻ എളുപ്പമാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ, കരുത്ത് വളരെയേറെ പ്രാധാന്യപൂർവ്വം നൽകുകയും നമ്മുടെ ഇഖ്ലാസിനെ അല്ലാഹു ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഉപകാരപ്രദമായ അറിവ് കൂടുതൽ കൂടുതൽ നമുക്ക് വർദ്ധിപ്പിച്ചു തരികയും ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങളായി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.